ശ്രീമദ് ഭാഗവതം ക്ലാസ് 218 നമ്മൾ സ്കന്ധം 10 ആദ്യ ഭാഗത്തിൽ 16-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. കാളിയമർദ്ദനം. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെല്ലാം സൂചിപ്പിക്കും. ആ തരത്തിൽ വേണം കാളിയമർദ്ദനത്തെ കാണുവാൻ. നമുക്ക് കഥയിലേക്ക് നേരിട്ട് കിടക്കാം. എന്നിട്ട് ആ വരുന്ന വിഷയം വരുന്നിടത്ത് നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കാം. ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, കാളിയ സർപ്പത്താൽ ദുഷിക്കപ്പെട്ട കാളിന്തി നദിയെ കണ്ടിട്ട് ആ നദിയെ നിർമ്മലമാക്കുവാനുള്ള ആഗ്രഹിച്ചുകൊണ്ട് ആ സർപ്പത്തെ പുറത്തേക്ക് അയച്ചു. അപ്പോൾ ഇവിടെ വിഷയം ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമാണ്. കാളിന്തി നദി ദുഷിച്ചിരിക്കുന്നു. ഒരു സർപ്പത്തിൻ്റെ വിഷത്താൽ. ഇപ്പം കഥയിൽ സർപ്പത്തിൻ്റെ വിഷത്താൽ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു സർപ്പമുണ്ട്, ആ സർപ്പം ഇങ്ങനെ വിഷം ഇങ്ങനെ വമ്പിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം കഥയിൽ പറയുമ്പോൾ എന്താണ് സർപ്പം എന്ന് ഉദ്ദേശിക്കണം. സർപ്പം എന്നത് പറയുമ്പോൾ വേദത്തിൽ വിഷത്തെയാണ് സർപ്പം എന്ന് പറയുന്നത്. ഊർജം, ആദ്യം ഉണ്ടായ ഊർജം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം ഏറ്റവും അധികം ചില വേവ്സുകളെല്ലാം ശരീരത്തിന് ദോഷം ചെയ്യും. ന്യൂക്ലിയർ ബോംബെല്ലാം പൊട്ടുമ്പോഴുള്ള ആ ഊർജമെല്ലാം സർപ്പത്തെക്കാട്ടിയും വിഷമാണ്. അപ്പോൾ അതിനെയെല്ലാം ഊർജത്തെയാണ് സർപ്പം എന്നത് തരംഗരൂപത്തിൽ ഊർജത്തെയെല്ലാമാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ വിഷമായിട്ട് വരുമ്പോൾ എപ്പോൾ സർപ്പം എന്നുള്ള നിലയിൽ പറയും. നമുക്കറിയാം വിഷന്ന് വെക്കുമ്പോൾ പാമ്പിനെയാണ് ഓർമ്മ വരും, അതുകൊണ്ട് സർപ്പത്തെ പറയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കാളിന്തി നദി വിഷലിപ്തമായി, കുടിക്കാൻ യോഗ്യമല്ലാതായി. ഇന്നുള്ള നമ്മളുടെ പ്രശ്നവുമാണ് നദികൾ വിഷലിപ്തമാകുന്നത്. അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ശേഷമാണ് ഇത് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് കൊളോണിയലിസത്തിൻ്റെ ശേഷം നദികളെല്ലാം വിഷലിപ്തമാകാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ധർമ്മം എന്നത് ഈ നദികളെ ശുദ്ധീകരിച്ചെടുക്കുക. ഇന്നും നദികൾ പൊളിയൂട്ടായി കിടക്കുമ്പോൾ അതാണ് ഭരണാധികാരികൾക്ക് ഏറ്റവും നദിയും തോടുകളെല്ലാം മറ്റേ വേസ്റ്റുകൾ കൊണ്ട് നിറയുമ്പോൾ ഭരണാധികാരികൾക്ക് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാകുന്നത്. പുരോഗതിയുടെ പാരലായിട്ട് വരുന്നതാണ് ഈ വിഷം. ഇങ്ങനെ കാളിന്തി നദി ദുഷിക്കാൻ തുടങ്ങുന്നത് കൊളോണിയലിസത്തിന് ശേഷം, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വന്ന ആ കാലഘട്ടത്തിൽ അതൊരു വലിയ പ്രശ്നമായി. അതിനെ കാലം തന്നെ പരിഹരിക്കുന്നുണ്ട്, ശുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ തരത്തിൽ കൃഷ്ണൻ ഇവിടെ കാളിന്തി എന്ന നദിയെയും അതിലുള്ള സർപ്പത്തെയെല്ലാം കാണുന്നു. ഇപ്പം 2:3 പരീക്ഷത്തിന് ഇത് കേട്ടപ്പോൾ ചുരുക്കി അങ്ങ് പറയാൻ ശ്രമിച്ചതാണ്. അപ്പം പരീക്ഷത്തിന് ആ കഥ കേൾക്കണം, അപ്പം കഥയായിട്ട് പറഞ്ഞു കൊടുക്കണം. പരീക്ഷത്തിന് ഇങ്ങനെ കാര്യം പറഞ്ഞാൽ പോരാ. നമുക്കും ഇത്രയും സയൻസ് നദി ദുഷിച്ച് കിടക്കുന്നു, ആ കാലഘട്ടത്തിലാണ് നദികൾ ശുദ്ധീകരിച്ചത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനൊരു വലിയ അതല്ല. കഥരൂപത്തിലാകുമ്പോൾ പൊടിപ്പും തൊങ്ങലും എല്ലാം വെച്ചിട്ട് കേൾക്കണം, എങ്കിലേ സുഖമുള്ളൂ. അതുകൊണ്ട് പരീക്ഷത്ത് പറയുന്നു, താഴെയുള്ള സമുദ്രത്തിൽ നിന്നും സർപ്പത്തെ കൃഷ്ണൻ പിടിച്ചൊതുക്കിയത് എങ്ങനെ? സർപ്പം അടിയിലല്ലേ ഉള്ളൂ, അതിനെ എങ്ങനെയാണ് പിടിച്ചൊതുക്കിയത്? ആ സർപ്പം അനേക വർഷം അവിടെ വസിക്കുവാനുള്ള കാരണം എന്താണ്? അങ്ങനെ കുറേ കാലം അതങ്ങനെ കിടക്കാനുള്ള കാരണം എന്ത്? ശ്രീഹരിയുടെ ഈ അമൃതത്വത്തെ ആസ്വദിച്ചുകൊണ്ട് ആരാണ് സംതൃപ്തനാകാതിരിക്കുക? ശ്രീഹരിയുടെ ഈ അമൃതത്വത്തിന് സമാനമായ കഥകൾ കേൾക്കുമ്പോൾ ആർക്കാണ്, അതായത് കഥരൂപത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആരും അത് രസിച്ച് ഇരിക്കും. അപ്പോൾ ശ്രീ സുഗൻ പറഞ്ഞു കൊടുക്കുകയാണ്, യമുന നദിയിൽ കാളിയൻ്റേതായ ഒരു കയം, ഒരു ആധിപത്യമുള്ള ഒരു സ്ഥലം, അതായത് വിഷം നിറഞ്ഞു കിടക്കുന്ന അശുദ്ധമായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ കയം വിഷാഗ്നിയാൽ, വിഷം അത്രയും തീക്ഷ്ണമായിരുന്നു, വെന്തുരുകുന്ന മാതിരിയായിരുന്നു, തിളച്ചു വരുന്ന മാതിരിയായിരുന്നു.
ആ കയത്തിന് മേലെ കൂടെ പറക്കുന്ന പക്ഷികൾ പോലും വീണു പോകുമായിരുന്നു. ആ കയത്തിൻ്റെ മുകളിലോട്ട് വല്ല പക്ഷികൾ പോയാൽ പോലും ബോധം കിട്ടും. ഇന്നും പരിസര മലിനീകരണം, നദികൾ ദൂഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊന്നും ആൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ വാസന തന്നെ എത്ര ദൂരത്തായിരിക്കും. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ മുഴുവൻ ദേശം മുഴുവൻ ദൂഷിക്കും. അതാണ് ഇവിടെ പക്ഷികൾ പോലും മരിച്ചു വീഴുമെന്ന് പറയുന്നത്. ആ വീക്ഷത്തിലൂടെ വീശി വരുന്ന കാറ്റിനാൽ അടുത്തുള്ള ജീവരാശികളെല്ലാം നശിച്ചിരുന്നു. അപ്പം ആ കാറ്റ് നമുക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ദേശങ്ങൾ, നദികളുടെ തീരങ്ങൾ, ചില സ്ഥലത്ത് തോടുകളോ അതല്ലായിട്ട് ഈ ഫാക്ടറിയിൽ നിന്ന് പലയിടത്തും സമരം നടക്കുന്ന നമുക്കറിയാം. ഈ ഫാക്ടറിയിൽ നിന്നുള്ള വിഷം വിട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുന്ന ഒരവസ്ഥ. അതെല്ലാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ശേഷം വന്ന പ്രശ്നങ്ങളാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും ഞാൻ നേരത്തെ പറഞ്ഞു, രാമൻ്റെ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെല്ലാം നടക്കുന്ന കാലഘട്ടം, വിദേശികൾ വരുന്ന കാലഘട്ടത്തിലാണ് വിമാനം വന്നത്, വായു ഉപയോഗിച്ചിട്ട് വാഹനങ്ങളെ ഉയർത്താൻ ശ്രമിച്ചത് എന്നെല്ലാം പറഞ്ഞത്. അന്ന് ഏക ഭാര്യയായിട്ടുള്ള ഒരു കുടുംബ വ്യവസ്ഥിതിയായിരുന്നു. കൃഷ്ണൻ്റെ വരുമ്പോൾ അതെല്ലാം പോയി. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചാണ് അവതരിപ്പിക്കുക. ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒന്നെന്താണ്? ഇതാണ് പ്രകൃതി ദൂഷിക്കുക, പരിസരത്തെ സംരക്ഷിക്കാതിരിക്കുക. അതിന് മുമ്പിൽ കൃഷ്ണൻ്റെ സ്ഥലത്തെപ്പറ്റി വർണ്ണിച്ചെടുക്കുന്നത് എന്താണ്? ഇത്രയും സുന്ദരമായ ദേശം. അതാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. പ്രകൃതിയെല്ലാം സുന്ദര മനോഹരമായിരിക്കണം, എല്ലാം ശുചിയായിരിക്കണം. ഇത് വേറൊരു ദേശത്തെ കാര്യം പറയുകയാണ്. അവിടെ നിന്ന് വീശുന്ന കാറ്റിനാൽ അടുത്തുള്ള ജീവരാശികളെല്ലാം നശിച്ചിരുന്നു. ആ സർപ്പം ആറിൽ ആ നദിയെ ദുഷിച്ചതായി ആ സർപ്പം ആ നദിയെ ദുഷിപ്പിച്ചതായിട്ട് കണ്ടിട്ട് ദുഷ്ടന്മാരെ ഒതുക്കുവാൻ ജനിച്ച കൃഷ്ണൻ അതിനൊരു അറുതി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. കൃഷ്ണനെ ആ കാലത്തിൻ്റെ പിന്നിലെ ശക്തിയായിട്ട് കാണുക. ആ കാലം തന്നെ മനുഷ്യരിലൂടെ തന്നെ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തും. അതിവിടെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതായിട്ട് കണ്ടാൽ മതി. കഥയിൽ വരുമ്പോൾ അദ്ദേഹം ഉയരമുള്ള ഒരു കടമ്പ് മരത്തിൽ കയറിയിട്ട് കൈയടിച്ചുകൊണ്ട് അതിൽ നിന്നും വിഷജലത്തിലേക്ക് എടുത്ത് ചാടി. നദിയുടെ ശക്തിയായ ആ വീഴ്ചയുടെ ശക്തിയാൽ, ആ വീഴ്ചയുടെ ശക്തിയാൽ ആ നദിയിലെ ജലമെന്തായി ചുഴലിക്കൊണ്ട് മുകളിലോട്ടേക്ക്. ഇപ്പോൾ ഒരാൾ ചാടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ വിവരിച്ചതായിട്ട് കണ്ടാൽ മതി. മേൽപോട്ടുയർന്ന് ആ ദേശത്തെ കുറേ ദേശങ്ങളെപ്പോലും വെള്ളത്തിലാക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. 100 വെളിപാട് അകലം വരെ വ്യാപിച്ചു എന്നാണ് പറയുന്നത്. ആ അദ്ദേഹത്തിൻ്റെ വീഴ്ച കൊണ്ട് വെള്ളം ഉയർന്നിട്ട് ശക്തിയിൽ കരയിലേക്ക് അടിച്ചു കയറി 100 വെളിപാട് അകലം വരെ. അളവറ്റ ശക്തിയുള്ള ഭഗവാൻ ഇതെല്ലാം നിസ്സാരം. എന്നിട്ട് കഥയിൽ പറയണം, ഭഗവാൻ ഇതെല്ലാം ഒന്നും നിസ്സാര കാര്യങ്ങളാണ്. എത്ര വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാക്കാനും ആ ഭഗവാൻ വിചാരിച്ചാൽ വെള്ളത്തെ വേണമെങ്കിൽ 3 അടിയോ 4 അടിയോ എല്ലാ ദേശമുഖം വെള്ളത്തിൽ മുക്കാൻ ഇതെല്ലാം ആ ശക്തിക്ക് നിശേഷം സാധിക്കും. അങ്ങനെയല്ലേ ചിലപ്പോഴെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. നമ്മൾ അന്തപ്പെട്ടു പോയി, ഇതെങ്ങനെ ഇങ്ങനെ വെള്ളം കയറുന്നു. അതെല്ലാം ആ ശക്തിക്ക് സാധിക്കുന്നതാണ്. പ്രളയ സമയത്ത് ഭൂമിയെ മുഴുവൻ വിഴുങ്ങിക്കളയെന്ന് പറയുന്നില്ല വെള്ളം കൊണ്ട്. 8 കൃഷ്ണന്റെ ഭുജത്താലുള്ള അടിയാൽ, കൃഷ്ണൻ വെള്ളത്തിൽ വീഴുക മാത്രമല്ല കൈകൊണ്ട് അടിക്കുകയും ചെയ്തു. ഇളകി മറിഞ്ഞ ജലത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് തൻ്റെ വാസസ്ഥാനത്തുണ്ടായ ഉപദ്രവം കണ്ട് അതിൻ്റെ വാസസ്ഥാനത്ത് പോലും അത് ഇളക്കിക്കളഞ്ഞു. അത് പൊറുക്കാനാവാതെ സർപ്പം അവൻ്റെ അടുത്തേക്ക് വന്നു. 9 കാഴ്ചയിൽ സുന്ദരനും മഴക്കാർ പോലെ നീല നിറമുള്ളവനും പീതാംബരം എല്ലാം ധരിച്ച ശ്രീവത്സം എല്ലാം മന്ദസ്മിതത്തോടു കൂടിയ തിരുമുഖം ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം.
താമരപ്പൂക്കൾ പോലെയുള്ള പാദം. എന്നിട്ട് നിർഭയനായ വിഹരിക്കുന്ന കൃഷ്ണനെ കോപത്താൽ മർമ്മസ്ഥാനങ്ങളിൽ കടിച്ച് ഉടൻ വരിഞ്ഞു മുറുക്കി. സർപ്പം ചെയ്യുന്ന പരിപാടിയാണ്, അദ്ദേഹത്തെ വരിഞ്ഞ് മുറുക്കി. 10 സർപ്പശരീരത്തിൽ ചുറ്റപ്പെട്ട കൃഷ്ണന് അനക്കം കാണായികയാണ്. അങ്ങനെ ചുറ്റി കിടന്നപ്പോൾ കടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കി നിന്നവരെല്ലാം, അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരെല്ലാം, അവർക്കെല്ലാം കണ്ടപ്പോൾ കൃഷ്ണൻ ജീവൻ പോയി എന്നുള്ള, തങ്ങളുടെ ധനം, ബുദ്ധി, ബന്ധുജനം, ബോക്കേച്ച മുതലാവയെല്ലാം കൃഷ്ണനിൽ അർപ്പിച്ചവരാണ് അവർ. നമ്മുടെ എല്ലാത്തിൻ്റെയും സുഖ സൗകര്യങ്ങളെല്ലാം കൃഷ്ണനെ ആശ്രയിച്ചാണ്, കൃഷ്ണനിൽ അർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ആര്? ഗോപന്മാർ. അത്യന്തം പീഡിപ്പിക്കപ്പെട്ടവരായിട്ട്, ദുഃഖിതരായിട്ട്, നഷ്ടപ്രജ്ഞരായി നിലത്ത് വീണു. അവരെ പ്രജ്ഞയെല്ലാം നശിച്ചിട്ട് ബോധം കെട്ട് നിലത്തേക്ക് ഇത് കണ്ടപ്പാട് അവർ വീണുപോയി. 11 പശുക്കൾ, കാളകൾ, പശുക്കുട്ടികൾ മൂലാവിയെല്ലാം ദുഃഖിച്ച് നിലവിളിച്ചു. പശുക്കുട്ടികളെല്ലാം ഇത് കണ്ടിട്ട് ദുഃഖിച്ച്, ഇതെല്ലാം കാവ്യഭാവനയിൽ അടിച്ചു വിടുന്നതായിട്ട് കണ്ടാൽ മതി, അല്ലാതെ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നിട്ട് പേടിക്കുകയും ചെയ്തു ഈ പശുക്കുട്ടികളെല്ലാം. കൃഷ്ണനിൽ കണ്ണുറപ്പിച്ച് കരഞ്ഞുകൊണ്ട് നിന്നു എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ ഗോകുലത്തിൽ അടുത്തിരിക്കുന്ന ആപത്തിനെ സൂചിപ്പിക്കുന്ന നിമിത്തങ്ങൾ ആകാശത്തിൽ പ്രത്യക്ഷമായി. ആകാശത്തിൽ അവരവരുടെ ശരീരത്തിലെല്ലാം ചില ദുർനിമിത്തങ്ങൾ കണ്ടു. എവിടെ? ദൂരെയുള്ള ഗോകുലത്തിൽ അവർക്കെന്തോ ദുർമിതൃത്വം കാണുന്നു. അതായത് അത്രയും വലിയൊരു സംഭവമാണ്. അപ്പോൾ ജ്യോതിഷപരമായ ഒരു പരാമർശമായിട്ട് കണ്ടാൽ 13 ദുർനിമിത്തങ്ങൾ കണ്ട ഗോപന്മാരെല്ലാം രാമനില്ലാതെയാണ് പശുക്കളെ മേയ്ക്കാൻ കൃഷ്ണൻ പോയത് എന്ന് ഓർത്തിട്ട് ഭയചകിതരായി. കാരണം രാമനാണ് ധീര, എന്തിനേയും തടിമിടുക്ക് രാമനാണ്. കൃഷ്ണന് തടിമിടുക്കല്ല, വേറെ ചില ക്വാളിറ്റീസാണ്. അപ്പോൾ രാമൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള നിലയിൽ രാമൻ ഒന്നിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാം ഭയങ്കരം ഭയചകിതരായി. എന്തെങ്കിലും പറ്റിയോ? കാരണം ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ. ഇനി 14 ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച അവർ ഭഗവാന്റെ യഥാർത്ഥ രൂപമറിയാതെ, അവർക്കെല്ലാം ഭഗവാനെ പറ്റിയാണ്, കൃഷ്ണനെ പറ്റിയാണ് ചിന്ത, പക്ഷേ ഭഗവാന്റെ യഥാർത്ഥ രൂപമൊന്നും അവർക്കറിയില്ല. ആപത്ത് വന്നു എന്ന് കരുതി ദുഃഖം, ശോകം, ഭയം എന്നിവയാൽ വിവശരായി. കൃഷ്ണന്റെ ശക്തിയെ പറ്റിയൊന്നും അവർക്ക് അറിയില്ല, അവരെല്ലാം വിവശരായി. ഇതിൻ്റെ 15 പറയുകയാണ്, കിടാങ്ങൾ തൊട്ട് കിഴവന്മാരെല്ലാം, സ്ത്രീകളും എല്ലാതരം ആൾക്കാരും കൃഷ്ണനെ കാണുവാനായി ഗോകുലം വിട്ടിറങ്ങി. അവരെല്ലാം ഗോകുലം വിട്ട് ഇറങ്ങി. അതായത് ആ ഗോകുലത്തിൻ്റെ ഒരു വക്താവായി മാറിയിരിക്കുകയാണ് കൃഷ്ണനും ബലരാമൻ. കൃഷ്ണനും ബലരാമൻ ആരാണെന്ന് ചിന്തിച്ചു കൊടുക്കുക. 16 മധുവംശത്തിൽ പിറന്ന ജ്ഞാനിയായ ബലരാമൻ ബലരാമൻ എന്തറിയാ? അനുജന്റെ മഹാത്മ്യം നല്ലവണ്ണം അറിയുന്നവനാകയാൽ മന്ദസ്മിതം തൂങ്ങിക്കൊണ്ട് ഒന്നും തന്നെ പറഞ്ഞു. ഇവരല്ലേ ഇതെല്ലാം പറയുമ്പോൾ അങ്ങേരെ ഒരു ചെറിയ ചിരിയോടുകൂടിയാണ് നിന്നു. അങ്ങേർക്കറിയാം ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ലീലയാണ്. എന്നിട്ട് 17 അവരെല്ലാം കൃഷ്ണന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് യമുന നദിയുടെ തീരത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ കാലും പിന്തുടർന്നുകൊണ്ടാണ് പോയ വഴി. എവിടെയാണ് പോയെന്നറിയില്ല. അപ്പം കഥയിൽ വരുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും. കാലും പിന്തുടർന്ന് യമുന നദിയുടെ തീരത്ത് എത്തി. 18 അപ്പം പശുക്കൾ പോയ കാൽപ്പാടുകളുണ്ട്. പശുക്കളും എല്ലാം പോയിട്ടുണ്ടല്ലോ, അപ്പം കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. പശുക്കൾ പോയ കാൽപ്പാടുകളും താമര, യമം, തോട്ടി, വജ്രായുധം, കൊടിമരം എന്നീ അടയാളങ്ങളുമുള്ള കൃഷ്ണന്റെ പാദം നോക്കിയാണ് നടന്നത്.
അപ്പം കാലിൻ്റെ അടിയിൽ ഈ താമരേൻ്റെയോ യവത്തിൻ്റെയോ തോട്ടിയുടെയോ വജ്രായുധത്തിൻ്റെയോ കൊടിമരത്തിൻ്റെയോ ചെല്ലുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും അകത്ത് കാലിൻ്റെ അടിയിൽ തപ്പി നോക്കും. അത് വലിയ ദിവ്യ കഴിവുണ്ടാവുന്നതാണ്. ഇത് ഹസ്തരേഖ ശാസ്ത്രമല്ല, പാദരേഖ ശാസ്ത്രമായിട്ടെടുത്താണ്. അപ്പം കാലിൻ്റെ അടിയിലുണ്ടോയെന്ന് നോക്കിക്കൊള്ളുക. അതുണ്ടെങ്കിൽ പകുതി അങ്ങുണ്ടെങ്കിൽ പകുതി കൃഷ്ണൻ്റെ അവസ്ഥയിലേക്ക് എത്താം. ഫുള്ളെത്തിയാണെങ്കിൽ അത്തരത്തിൽ ആയിരിക്കും. അപ്പം വേണ്ടിയെങ്കിൽ പുട്ടിൻ്റെയും ക്രമ്മിൻ്റെയും കാലിൻ്റെ അടിയെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആരാണ് കൃഷ്ണൻ എന്നറിയാൻ, അങ്ങനെ ആ കൃഷ്ണൻ്റെ ആ ഗുണമുള്ള ആളാരാണെന്ന് അറിയാൻ. കാലുമായിട്ട് വരുന്നല്ലേ, കാലമല്ലേ വരുന്നത്. ഇനി 10 പേര് അകലെ നിന്ന് തന്നെ സർപ്പത്തിൻ്റെ ശരീരത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അനക്കമില്ലാതെ കിടക്കുന്ന കൃഷ്ണനെയും മൂർച്ഛിച്ച് കടത്തീരത്ത് വീണ് കിടക്കുന്ന ഗോപന്മാരെയും വല്ലാതെ നിലവിളിക്കുന്ന പശുക്കളെയും കണ്ടിട്ട് അവർക്ക് ഭയങ്കര ദുഃഖമുണ്ടായി. ദൂരത്തു നിന്ന് തന്നെ ഇതെല്ലാം അവർ കണ്ടു. എന്നിട്ട് 20 അവരും മോഹാലസ്യപ്പെട്ട് വീണു. കൃഷ്ണനിൽ പ്രേമം തളച്ച ഹൃദയത്തോടു കൂടിയ ഗോപികമാര്, നമ്മളെ പ്രേമം കൂടുന്ന കാലഘട്ടമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ പ്രിയതമനായ കൃഷ്ണൻ സർപ്പത്താൽ ഗ്രസിക്കപ്പെട്ടവനായിട്ട് അവിടെ കണ്ടിട്ട് അവിടുത്തെ സ്നേഹം, മന്ദസ്മിതം, കടാക്ഷം എന്നിവയെല്ലാം ഓർത്തുകൊണ്ട് ആ പെൺകുട്ടികളെല്ലാം ഓർത്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്നേഹം അവരുടെ മനസ്സിലോട്ട് ഇതെല്ലാം ഓടി ഒളിച്ച് ഓർത്തുകൊണ്ട് കനത്ത സങ്കടത്താൽ പ്രിയനോട് വേർപെട്ടതിനാൽ 3 ലോകവും ശൂന്യമായി അവർക്ക് തോന്നി. അവർക്ക് 3 ലോകങ്ങളും ശൂന്യമായിട്ട് തോന്നി, എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നി. 21 പുത്രനെ ഓർത്ത് തന്നെത്താൻ മറന്ന് യശോദ ജലത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ പോയി. പുത്രനെ ഓർത്തിട്ട് സങ്കടം കൊണ്ട്. അമ്മക്ക് പിന്നെ ബോധമൊന്നും ഉണ്ടാവില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ. അമ്മേൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഗോപികമാരൊന്നും വെള്ളത്തിൽ ചാടുകയൊന്നുമില്ല. പക്ഷെ അമ്മക്ക് അങ്ങനെയല്ല. അമ്മേൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരാണ്. അവൻ ബോധം നടത്തിയിട്ട് നേരെ വെള്ളത്തിലേക്കങ്ങ് പോകാൻ ശ്രമിക്കും. അപ്പം മറ്റു ഗോപികൾ പിടിച്ചു നിർത്തി. അവരെല്ലാം മുമ്പ് കഴിഞ്ഞ ശ്രീകൃഷ്ണ കഥകൾ പറഞ്ഞുകൊണ്ട്, എല്ലാം പിന്നെ കൃഷ്ണൻ്റെ പഴയ കഥകൾ, അത് പിന്നെ സ്ത്രീകളുടെ പ്രത്യേകതയാണ്. കഴിഞ്ഞതും മലയതും എല്ലാം വിളിച്ചു പറയുന്നത്. നിർജീവ ദേഹങ്ങൾ പോലെ നിലകൊണ്ടു. 22 കൃഷ്ണൻ ജീവനായുള്ള നന്ദഗോപാദികൾക്കെല്ലാം കൃഷ്ണൻ ജീവനെ പോലെയാണ്. ആ കലയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതായിട്ട് കണ്ടു. അപ്പം അവരെന്നെ പുരുഷന്മാരാണല്ലോ. അവർ വെള്ളത്തിൽ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ട് കൃഷ്ണ മഹാത്മ്യം അറിയുന്ന ബലരാമൻ തടഞ്ഞു നിർത്തി. അപ്പം ബലരാമൻ അറിയുന്നൊന്നും കാര്യമൊന്നും അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ. അപ്പം ബലരാമൻ പറഞ്ഞ് വേണ്ട പോകുന്നു വേണ്ട പറഞ്ഞ് തടഞ്ഞു നിർത്തി. ഇനി 23 ഇപ്രകാരം ഭഗവാൻ മരിച്ച രൂപത്തിലാണ് അവിടെ കിടന്നിരുന്നത്. അനുവർത്തിച്ചിരുന്ന അദ്ദേഹം അല്പസമയം ഇരുന്ന ശേഷം, അങ്ങനെ കുറച്ച് സമയം അനക്കമില്ലാതെ ഇരുന്ന ശേഷം, കണ്ടാലും മരിച്ച വരി തോന്നും, തൻ്റെ ഗോകുലവാസികളെയെല്ലാം കണ്ട്, അപ്പോൾ അദ്ദേഹം ചുറ്റിലെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ കൂടാൻ വേണ്ടിയിട്ട് കാത്തു തന്നെയാണ്. തൻ്റെ ഗോകുലവാസികളെല്ലാം അവിടെ ഉള്ളതായിട്ട് കണ്ടു. അപ്പം വരാൻ ഇനി ആരും ബാക്കിയില്ല എന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കൃഷ്ണൻ ആ ഗോകുലത്തിൻ്റെ ഒരു കണ്ണിലുണ്ണിയായി മാറും അത്തരം വ്യക്തികൾ. ഏത് കാലഘട്ടത്തിൽ, ഇവിടെ കഥയിൽ കൃഷ്ണനാണെങ്കിലും അത്തരം കാലഘട്ടങ്ങളിൽ അവസാനം ആ ദേശത്തിൻ്റെ തന്നെ കണ്ണിലുണ്ണിയായിട്ട് അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും മാറും. 24
ഭഗവാന്റെ വലുത അദ്ദേഹം ചെയ്തു സർപ്പസിന്റെ പിടിയിൽ നിന്നങ്ങൊന്ന് കുതറി. എന്നിട്ട് 24 പറയാണ് ഭഗവാന്റെ വലുതാക്കിയ ശരീരം അങ്ങ് വലുതാക്കാൻ തുടങ്ങി. ഈശ്വരന്റെ പ്രത്യേകത എന്താണ്? ചെറുതിൽ ചെറുതും വലുതിൽ വലുതുമാണ്. ഈശ്വരനെ അങ്ങനെ മുറിയിൽ കെട്ടിയിടാനൊന്നും പറ്റില്ല. ഈശ്വരൻ വിചാരിച്ചു കഴിഞ്ഞാൽ മുറി പൊട്ടിച്ചിട്ട് മതിൽ പൊട്ടിച്ചിട്ട് അങ്ങ് വെടിയിലേക്ക് പോകും. അങ്ങനെ ചുമ്മാ കിടക്കൊന്നുമില്ല, കിടന്നുറങ്ങാനാണ് ഈശ്വരൻ. ഈശ്വരനെ അങ്ങനെ ആർക്കും വരിഞ്ഞു കെട്ടി നിർത്താനൊന്നും പറ്റില്ല. ശരീരം ഒന്ന് വലുതാക്കിയാൽ മതി, അതോടുകൂടി കെട്ടെല്ലാം. പിന്നെ കെട്ടുന്നതിലും തടസ്സമുള്ളത്, പൂട്ടിയിടുന്നതിലും തടസ്സമുള്ളത്. ഭഗവാന്റെ വലുതാക്കിയ ശരീരത്താൽ സ്വദേഹത്തിന് വേദന അനുഭവപ്പെട്ട സർപ്പം പിടിവിട്ട്, അപ്പൊ സർപ്പത്തിന്റെ ശരീരം അങ്ങ് എല്ലെല്ലാം പൊട്ടാൻ തുടങ്ങി. സർപ്പം പിടിവിട്ട് കോപിഷ്ഠനായി തൻ്റെ പടങ്ങളെയെല്ലാം ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് ഊതിയും നാസാദ്വാരത്തിലൂടെ വിഷജ്വാല പുറപ്പെടുവിച്ചും വറുക്കുവാൻ അടുപ്പത്ത് വെച്ച ചട്ടി പോലെയുള്ള കണ്ണുകൾ, ദൃഷ്ടിയെല്ലാം അങ്ങനെയാണ്, തീക്കൊള്ളിക്കൊത്ത മുഖവുമായി ശ്രീകൃഷ്ണനെ നോക്കി നിലയുറപ്പിച്ചു. ശ്രീകൃഷ്ണനെ നോക്കി ഇങ്ങനെ നിലയുറപ്പിച്ചു. പക്ഷിരാജാവായ ഗരുഡൻ വട്ടം ചുറ്റുന്നത് പോലെ, സാധാരണ നമുക്ക് ഈ പാമ്പ് കീരിയെല്ലാം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഓടും. അപ്പം ഈ പാമ്പ് ഇങ്ങനെ ചുറ്റും ഓടും. അതേ ശൈലിയിൽ ഇവിടെ പക്ഷിരാജാവ് ഗരുഡൻ ഇങ്ങനെ വട്ടം ചുറ്റുന്നത് പോലെ കൃഷ്ണനും ചുറ്റി. അപ്പം അവനെ കൊത്താൻ വേണ്ടിയിട്ട് സർപ്പം എന്ത് ചെയ്ത് അവരെ നോക്കിക്കൊണ്ട് വട്ടം ചുറ്റാൻ തുടങ്ങി. ഇനി 26 പറയാണ്, ഈ വിധമുള്ള ചുറ്റലിനാൽ ശക്തി നഷ്ടപ്പെട്ടു പോയ കാളിയൻ എന്ത് ചെയ്തു? ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയപ്പോൾ അതിൻ്റെ ശക്തി, അതിനാണ് കീരിയെല്ലാം വട്ടത്തിൽ ചുറ്റുന്നത്. ഏത് പട്ടിയായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക, അതിന് ക്ഷീണിച്ചു പോകും ആ മൂവ്മെൻറ്റിൽ. ആ ശാസ്ത്രീയപരമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്ത് പറ്റി? അത് 10 താഴ്ത്തിയപ്പോൾ കൃഷ്ണൻ തലയിൽ കയറിയിട്ട് സകല കലാവിദ്യകളുടെയും ആചാര്യനായ ആദിപുരുഷൻ നൃത്തം ചെയ്തു. സകല കലകളുടെയും ആചാര്യനായ കൃഷ്ണൻ. അപ്പം എല്ലാ കലകളും വികസിച്ചു വരുന്നത് ഈ കൃഷ്ണന്റെ കാലഘട്ടത്തിലാണ്. അത് കൊളോണിയലിസത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് എല്ലാ കലകളും വികസിച്ചു വന്നത്. അതിൻ്റെ കാലം തന്നെയാണ് കലകളെയെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത്. ആ അർത്ഥത്തിൽ അതിനെ എടുക്കണം. നൃത്തം ചെയ്തു. 27 ആ നൃത്തം കണ്ട ഗന്ധർവന്മാരും മറ്റുള്ള സുരന്മാര്, ചാരണന്മാര്, അപ്സരസ്സുകൾ അവരെല്ലാം സന്തോഷം കൊണ്ട് കൂടെ മൃദംഗം വായിച്ചു മുതലായ മൃദംഗാദികളോടുകൂടിയും പാട്ടുകൾ പാടുകയും പൂമാലകൾ വർഷിക്കുകയും സ്തോത്രങ്ങൾ ചൊല്ലുകയും എല്ലാം ചെയ്തു. അതെല്ലാം ചെയ്തുകൊണ്ട് അവിടത്തേക്ക് അവരും ഓടി വന്നിട്ട് പൂ വർഷിക്കുകയും ഇതെല്ലാം ചെയ്ത നൃത്തത്തിന്. അതെല്ലാം കലാപരമായുള്ളൊരു ആ കാലഘട്ടത്തിലാണ് കല പ്രോത്സാഹിപ്പിച്ചത്. എല്ലാ കലകളും ഉത്ഭവിച്ചത് ആ കാലഘട്ടത്തിലാണ്. അത് കൃഷ്ണന്റെ കാലഘട്ടമായിട്ട്, കുട്ടിക്കാലമായിട്ട്, വലിയ കാലഘട്ടമല്ല, കുട്ടിക്കാലമായിട്ട് കാണുക. 100 തലയുള്ളവൻ 100 1000 എത്രയോ തലമുള്ളവനും 28 ബലം ക്ഷയിച്ചവനും ചുറ്റിപ്പിഴഞ്ഞ് അവൻ ചുറ്റിപ്പിടഞ്ഞു. അവൻ്റെ ശക്തിയെല്ലാം മുകളിൽ നിന്ന് നൃത്തം വെക്കുമ്പോൾ ആകെ അത് ചുറ്റി ഒരുമാതിരി പിടയാൻ തുടങ്ങി. പാമ്പ് അറിയാലോ, പൊളയുക എന്ന് പറയുന്നതാണ് ചുറ്റി പിടഞ്ഞു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കാളിയന്റെ ഏതേത് ശിരസ് താഴുന്നില്ലയോ, കുറേ ശിരസ്സുണ്ടല്ലോ, അതിൽ ഏതാണോ താഴാത്തത് അതിൻ്റെ മേലെ കയറിയിട്ട് നൃത്തം ചെയ്യും. അപ്പം അതും എന്നിട്ട് മർദ്ദിക്കുകയും ചെയ്യും. ചവിട്ടുകയെല്ലാം ചെയ്യുമ്പോൾ ആ ശിരസ്സും താഴും. കാളിയൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വമിച്ചു. എന്നിട്ട് അത് ആലസ്യത്തെ പ്രാപിച്ചു. നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിലാണ് നദികൾ
വിഷയുക്തമാകുന്നു ആ കാലഘട്ടം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞ കാലഘട്ടമായിരിക്കും. ഇപ്പോഴും നദികളെല്ലാം പൊളിയൂട്ടാകും. അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഒരു സർപ്പമായിട്ട് ചിത്രീകരിച്ചിട്ട് പറയുന്നത്. എന്നിട്ടോ 29 കോപത്താൽ ഏതേത് തല ഉയർത്തിയോ, നേരത്തെ പറഞ്ഞ തന്നെ അതിനെയെല്ലാം അതാത് ഇതിൽ മർദ്ദിച്ചുകൊണ്ട് താഴ്ത്തി. അപ്പോൾ ആ കൃഷ്ണനപ്പോൾ പുഷ്പങ്ങളാൽ പൂജിതനായി കണ്ടു. പുഷ്പങ്ങളെല്ലാം മുകളിൽ നിന്ന് വർഷിക്കാൻ തുടങ്ങി. ഭഗവാന്റെ വിചിത്രമായ താണ്ഡവത്തിൽ മുറിവേറ്റ പത്തികളോട് കൂടിയ കാളിയൻ ഒടിഞ്ഞ ശരീരവും വായിലൂടെ രക്തവും വമിപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ മനസ്സുകൊണ്ട് ശരണം പ്രാപിച്ചു. പിന്നെ ആ കാളിയൻ തന്നെ ഭഗവാനെ മനസ്സുകൊണ്ട് ശരണം പ്രാപിച്ചു. അകത്ത് പ്രപഞ്ചം ഉള്ള, ആരുടെ അകത്താണ് പ്രപഞ്ചമുള്ളത്? ശ്രീ ഭഗവാന്റെ. അപ്പൊ ഇവിടെ ഏതിനെ പറ്റിയാണ് പറയുന്നത്? ഒരു കുട്ടി എന്ന നിലയിലല്ല, ആ ശ്രീഹരി, ആ പ്രപഞ്ചശക്തി. അപ്പോൾ അത് ആ ഭാരം കൊണ്ട്, അത്രയും ഭാരമുള്ള കൃഷ്ണനാണ് മുകളിൽ കയറിയിട്ട് നൃത്തം ചെയ്തത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്ത് പറ്റും? അതായ പൊടിഞ്ഞു പോകും. പാർത്ഥത്തിൽ അത്രയും പോണ്ട, തളർന്ന് ശരീരമാസകലം പരിക്കെല്ലാം പറ്റി. കാരണം നൃത്തം ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ദുഃഖിതരായ അവൻ്റെ പത്നിമാർ, അപ്പോൾ ഇത് കണ്ടിട്ട് ദുഃഖിതരായ അവൻ്റെ പത്നിമാർ വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? വസ്ത്രാഭരണങ്ങൾ, എല്ലാ വസ്ത്രങ്ങളും ധരിച്ചിട്ട്, കുറേ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, ചുരുക്കി പറയുകയാണ്. തലമുടിയെല്ലാം അഴിഞ്ഞു വീണ്, പാമ്പിൻ്റെ ഭാര്യക്ക് തലമുടിയാണ്, തലമുടിയെല്ലാം അഴിഞ്ഞു വീണ് ആദിപുരുഷന്റെ അരികത്ത് വന്നു നിന്നു. എല്ലാ വസ്ത്രങ്ങളും അണിച്ച് സാരിയെല്ലാം ഉടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ പാമ്പിന്റെ ഭാര്യ അങ്ങനെയാവും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കഥയിൽ പറഞ്ഞ് ഒപ്പിക്കുന്നതാണ്. പറയുമ്പോഴും കുറച്ച് ഇത്തരം ചിന്തിക്കാനുള്ള വകുപ്പ് നൽകുന്ന തരത്തിലാണ് കഥ പറയുക. കാരണം കഥയിലെ ആശയമേ എടുക്കാവൂ. കുറച്ച് ചിന്തിക്കുന്ന, ഇത് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നവന് തോന്നി ഇതെന്തോന്നാണ് പറയുന്നത്? ശുദ്ധ മണ്ടത്തരമല്ലേ? മണ്ടത്തരം തന്നെയാണ് പറയുന്നത്. പക്ഷെ ആശയമുണ്ട്. കഥയിൽ ആശയത്തിനെ പ്രാധാന്യമുള്ളൂ. ലുട്ടാപ്പി ഒരു കമ്പുമാരിയുള്ള മേലെ കയറിയിട്ട് പോകും. അവൻ്റെ വെയിറ്റ് പോലും താങ്ങാൻ പറ്റൂല ആ കമ്പിന്. പക്ഷെ നമ്മളതിനെല്ലാം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ശൂലം വെച്ചിട്ട് അതിൻ്റെ മേലെയല്ലേ കയറിയിരിക്കും. ഇത്രയും ഭാരമുള്ള ഒരു ശൂലത്തുമ്മൽ ഒന്ന് നിർത്തി കാണിക്കാൻ പറ്റും? ശാസ്ത്രീയമായി ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പം കഥയിലൊന്നും അതിൽ അർത്ഥമില്ല. കഥയിലൊന്നും പറയുന്നതിൽ അതേപോലെയൊന്നും എടുത്തേക്കരുത്. അതിനൊരു ആശയമുണ്ട്. ആശയം എടുക്കുക. അപ്പം പത്നിമാരെല്ലാം ഇങ്ങനെ സാരിയെല്ലാം നല്ല ഡ്രസ്സും എല്ലാം ചുറ്റിയിട്ട് മുടിയെല്ലാം അഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അരികത്ത് വന്നു. പതിവ്രതകളായ ഭയങ്കര പതിവ്രതകളാണ് അവർ. 32 അപരാധിയായ ഭർത്താവിൻ്റെ മോചനത്തെ ആഗ്രഹിച്ച്. അപരാധിയാണ് ഭർത്താവ്, അപരാധി തന്നെയാണെന്ന് അവർക്കും ബോധ്യമായി. സ്വസന്താനങ്ങളെ മുൻനിർത്തി സർവഭൂതനായ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ച് ഭൂമിയിൽ ദേഹം പതിപ്പിച്ച് നമസ്കരിച്ചു. അവർ ഭൂമിയിൽ വീണിട്ട് നമസ്കരിച്ചു. മക്കളെ മുന്നിൽ നിർത്തിയിട്ടാണ് കൃഷ്ണനെ നമസ്കരിച്ചത്. അപ്പം ഇതെല്ലാം കഥയാണ്. ആശയം മാത്രമേ എടുക്കണ്ടു. ഇങ്ങനെ കഥയാകുമ്പോൾ അതിന് എവിടെയെങ്കിലും ഇങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ടിക്ക് ഇങ്ങനെയെല്ലാം പറയേണ്ടി വരും. അല്ലാതെ പെട്ടെന്ന് കഥയിൽ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? ആശയം എത്തിക്കഴിഞ്ഞാൽ ഇട്ട് പോകാൻ പറ്റില്ല. അതിനെ പിന്നെ അപ്പം അതല്ലാണ് വേദവ്യാസൻ്റെ കഴിവ്. എവിടെയെങ്കിലും കൊണ്ട് എത്തിപ്പിക്കണം.
പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് സംശയം വരരുത്. അതുമാതിരി കഥ കൊണ്ടുപോയി ഫിനിഷ് ചെയ്യുന്നതിലാണ് കഴിവ്. അല്ലാതെ ആശയം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമെല്ലാം സർപ്പത്തെയെല്ലാം തല താഴ്ത്തി കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞങ്ങ് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറ്റില്ല. അതുകൊണ്ട് ഇനി അതിനെ എവിടെയെങ്കിലും കൊണ്ട് ഒപ്പിക്കണം. അതിനുള്ള ശ്രമമാണ് വേദവ്യാസം കാട്ടുന്നതിന്. 33 അപരാധം ചെയ്ത ഇവനിൽ പ്രയോഗിച്ച ദണ്ഡോപായം ഉചിതം തന്നെ. അങ്ങ് ചെയ്തത് ശരി തന്നെയാണ്, അവന് ദണ്ഡം കൊടുക്കേണ്ടത് തന്നെയാണ്. ശത്രുവിൻ്റെയും പുത്രന്മാരുടെയും നേരെ സമാന ഭാവമുള്ള നിൻതിരുവടിയുടെ, അതായത് ശത്രുവായാലും മിത്രമായാലും മക്കളായാലും അദ്ദേഹത്തിന് എന്താണ്? സമാന ഭാവമാണ്. ആർക്ക്? കൃഷ്ണന് സമാന ഭാവമുള്ള, ആരോടും ബന്ധുവില്ല, ശത്രുവില്ല. അവതാരം എന്തിനു വേണ്ടിയാണ്? പരദ്രോഹികളെ നിഗ്രഹിക്കാനാണല്ലോ. അപ്പം അങ്ങേക്കിങ്ങനെ പക്ഷമൊന്നുമില്ല. കാളിയനാണോ, കാളിയൻ്റെ ഭാര്യയാണോ, മക്കളാണോ, അല്ലെ എൻ്റെ മക്കളാണോ, അങ്ങനത്തെ ചിന്തയൊന്നും കൃഷ്ണനില്ല. അവതാരം എടുക്കുന്ന എന്തിനാണ്? ഉപദ്രവികളെ നിഗ്രഹിക്കാനാണല്ലോ. ഉപദ്രവം ചെയ്യുന്നവരെ നശിപ്പിക്കുക. അതിനുവേണ്ടിയാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്. അതിനായി ദണ്ഡോപായത്തെ ഭഗവാൻ കൈകൊള്ളുന്നു. ഈ ഉപദ്രവം ചെയ്യുന്നവരെ ദണ്ഡിക്കും, കൊല്ലുകയും കൊല്ലുകയും ചെയ്യും. കാളിയന് 34 കാളിയന് നൽകിയ ദണ്ഡനം അദ്ദേഹത്തിൻ്റെ പാപത്തെ നശിപ്പിക്കുക വഴി നമുക്ക് അനുഗ്രഹമായി തീർന്നു. നമുക്ക് അനുഗ്രഹമായി തീരുകയാണ് ചെയ്തത്. അങ്ങയുടെ ഭർത്താവിൻ്റെ പാപം ഇല്ലാതാക്കിയുണ്ട്. കാരണം നല്ലവനായി. അതുകൊണ്ട് ഭാര്യമാർക്ക് എപ്പോഴും നല്ലവനാവുന്നതല്ലേ ഇഷ്ടം. യാതൊരു പാപം നിമിത്തമാണോ ഈ ദ്രോഹിക്ക് സർപ്പജന്മം സിദ്ധിച്ചത്? എന്തൊരു പാപം കൊണ്ടാണോ ഇദ്ദേഹത്തിന് ഈ സർപ്പജന്മം സിദ്ധിച്ചത്? നിൻതിരുവടിയുടെ കോപം നിമിത്തം അത് അകലുന്നതാണ്. അപ്പം ഇവൻ്റെ പാപമെല്ലാം ഇല്ലാതായി കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. 35 മുൻ ജന്മത്തിൽ സ്വഭിമാനം വിട്ടും അഭിമാനം വിട്ട് മറ്റുള്ളവർക്ക് ബഹുമാനം നൽകിക്കൊണ്ട്, ആർക്കെല്ലോ ബഹുമാനം, സ്വന്തം അഭിമാനത്തെ എല്ലാം ചിന്തിക്കാതെ ആർക്കെല്ലോ നല്ലത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള ധർമ്മം അല്ലെങ്കിൽ എന്തോ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗ്യം ലഭിച്ചത്. എന്ത്? കൃഷ്ണൻ ചവിട്ടിയിട്ട് അവൻ്റെ പാപയെല്ലാം ഇല്ലാതാക്കിയത്. കൃഷ്ണൻ്റെ പാതയല്ലേ വന്ന് മറ്റുള്ള ഭക്തന്മാർ, ശരിയായ ഭക്തന്മാർ, ആത്മീയവാദികൾ, അവരെല്ലാം ഈ പാദം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ദേവന്മാരടക്കം ഈ പാപം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൊതിക്കുകയാണ്. പക്ഷേ അസുരന്മാർക്കാണ് ഈ പാതയെല്ലാം കിട്ടുന്നത്, മോക്ഷം കിട്ടുന്നത്, ബ്രഹ്മസാക്ഷാത്കാരം. ഇവിടെ ബ്രഹ്മസാക്ഷാത്കാരമൊന്നുമില്ല, ജീവിക്കുന്നുണ്ട്. എന്നാലും പറയുക ആ അവസ്ഥയിലെത്തി. ഇതും അസുരനാണ്. ദുഷ്ടന്മാർക്കാണ് ഗുണം കിട്ടുന്നത്. ഈ പൂജയും വഴിപാടുമായിട്ട് നടക്കുന്നവരുടെ അടുത്തൊന്നും ഈശ്വരൻ ചെല്ലുന്നതായിട്ട് കാണുന്നത് ഉണ്ട്. ചില ഭക്തരുടെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷെ ആ ഭക്തര് ഒരു പ്രത്യേകതയുള്ളവരാണ്. അവർക്കൊന്നും വേണ്ട എന്നും പറഞ്ഞു പോകുന്നവർക്കാണ് കൊടുക്കുന്നത്. എനിക്കൊന്നും വേണ്ട, അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് മോക്ഷം കൊടുക്കുന്നത്. അല്ലാതെ എനിക്കിത് സാധിപ്പിച്ചു തരണം എന്നെല്ലാം പറയുന്നവർക്ക് മോക്ഷം കൊടുക്കുന്നുണ്ട്. അവൻ്റെ ആഗ്രഹം മോശമല്ല കൊടുക്കുന്നത്, അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം അതുകൊണ്ട് തന്നെ അവൻ്റെ നാശവും സംഭവിക്കും. ആ കിട്ടിയ വരം കൊണ്ട് തന്നെ അവൻ്റെ നാശവും സംഭവിക്കും. അപ്പോൾ എന്തെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ നാശം അതുകൊണ്ട് തന്നെ തീർത്തു കൊടുക്കും. എന്നാലും എന്നും വേണ്ട, എനിക്ക് കൃഷ്ണനെ മതി എന്നും പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ മോക്ഷം കിട്ടും. അല്ലെങ്കിൽ ശുദ്ധമായ അസുരനാണെങ്കിലും മോക്ഷം പെട്ടെന്ന് കിട്ടും. മറ്റേതിന് കുറച്ചും കൂടിയും പാടുണ്ട്, ഇതൊട്ടുമില്ല, പെട്ടെന്ന് കിട്ടും. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ആശയങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. വേദങ്ങൾ പറയുന്നത് നമ്മൾ ഞാനെന്ന ചിന്ത ആദ്യം ഒഴിവാക്കുക, എല്ലാം ഈശ്വരനാണെന്ന് കാണാൻ ശ്രമിക്കുക, ഈ പ്രപഞ്ചത്തിന് വേണ്ടി ജീവിക്കുക.
ഇതാണ് വേദത്തിൻ്റെ അടിസ്ഥാന തത്വം. അതിൽ ഊന്നിക്കൊണ്ടാണ്. അല്ലാതെ ഞാൻ എന്ന ചിന്ത വന്നോ, നമ്മുടെ കാര്യങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ അടുത്ത് പോയോ, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. അഥവാ അത് കിട്ടിയാൽ തന്നെ അതുകൊണ്ട് അവൻ്റെ നാശമായിരിക്കും. ഇതാണ് കഥയിൽ നിന്ന് കിട്ടുന്ന ആശയം. അസുരന്മാരെല്ലാം രക്ഷപ്പെടുന്നത്. പിന്നെ രക്ഷപ്പെടുന്ന ഒന്നും വേണ്ട, വരം വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ചുക്കും വേണ്ട, അങ്ങനെ തന്നെ സേവിക്കാനുള്ള വരം മതി എന്ന് പറയുന്നവരാണ് രക്ഷപ്പെടുന്നത്. ഇനി 36 ലക്ഷ്മി ദേവി സർവകാമങ്ങളെയും പരിത്യജിച്ച് വ്രതം അനുഷ്ഠിച്ച് വളരെ കാലം തപസ് ചെയ്തു. ലക്ഷ്മി ദേവി പോലും സർവകാമങ്ങളെയും പരിത്യജിച്ചിട്ടാണ് വ്രതം അനുഷ്ഠിച്ച് വളരെ കാലം തപസ് ചെയ്തു. നിൻ തിരുവടിയ പാദരേണുക്കളെ ഏൽക്കുവാനുള്ള ഭാഗ്യം ഏത് സൽക്കർമ്മത്താലാണ് ഇദ്ദേഹത്തിന് ലഭിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ സൽക്കർമ്മം, ഈ ഒരു കൃഷ്ണന്റെ പാദ സ്പർശിക്കുവാനുള്ള അവസരം കിട്ടിയത്? എന്ത് കർമ്മം ചെയ്തിട്ടാണ്? ആര്? ഈ അസുരൻ. അവർക്ക് പോലും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഈ ഭർത്താവിന് ഈ ഒരു അവസരം കിട്ടിയ കൃഷ്ണന്റെ പാദം ചവിട്ടാൻ വേണ്ടിയിട്ട്, പാത അവിടെ സ്പർശിക്കാൻ വേണ്ടിയിട്ട്. എന്ത് പുണ്യാണ് ചെയ്തത് പിടികിട്ടുന്നില്ല. ലക്ഷ്മി ദേവി തന്നെ എത്രയോ കാലം ഇരുന്നിട്ട് തപസ് ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവനൊന്നും ചെയ്യാതെ ഇവനെങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടിയത് അറിഞ്ഞുകൂടാ. 37 ഈ പാദരേണുക്കളെ പ്രാപിച്ചവൻ സ്വർഗലോകം പോലും ആഗ്രഹിക്കില്ല. അവിടെയാണ് പ്രാധാന്യം. ഈ പാദരേണുക്കളെ പ്രാപിച്ചവൻ സ്വർഗം പോലും ആലോചിക്കില്ല. നിനക്ക് സ്വർഗം തരാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. അതാണ് നചികേതസോട് പറഞ്ഞത്, നിനക്ക് സ്വർഗം തരാം, അവിടെ സുന്ദരികളുണ്ട്, നീ അവിടെ പോയിട്ട് പാടി പാടി നടന്നു. ഓൻ പറഞ്ഞു എനിക്ക് അതെല്ലാം കൈമിൽ വെച്ചാൽ മതി, എനിക്ക് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പൊ ആ ക്രിസ്ത്യനിലേക്ക് അടുക്കുമ്പോൾ പിന്നെ സ്വർഗവും വേണ്ട, കുടുംബവും വേണ്ട, ഒരു ചുക്കും വേണ്ട എന്ന അവസ്ഥയിലേക്ക്. ഇത് പറയുമ്പോൾ തന്നെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തിയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് പോകും. മക്കളും വേണ്ട, ഭാര്യയും വേണ്ട എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവ എല്ലാത്തിൻ്റെയും തലതിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് ആ പാതാള രേണുക്കളെ പ്രാപിച്ചവൻ സ്വർഗലോകം പോലും ആഗ്രഹിക്കില്ല, ചക്രവർത്തി പദം ആഗ്രഹിക്കില്ല, ബ്രഹ്മപട്ടം ആഗ്രഹിക്കില്ല, പാതാള ലോകത്തിൻ്റെ ആധിപത്യവും അവന് വേണ്ട, അവനൊന്നും വേണ്ട. ആ പാദത്തിൽ അതാണ് ക്രിസ്ത്യനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കുക. അത് നടക്കുന്ന കാര്യം. പരിപാടിയില്ല, എല്ലാം വേണമെന്നാലും കൃഷ്ണനെയും വേണം, അപ്പരിപാടിയും നടക്കില്ല. പിന്നെയോ അഷ്ടൈശ്വര്യസിദ്ധിയോ പുനർജന്മമില്ലായ്മയോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. പുനർജന്മമില്ലായ്ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം പോലും അവർക്ക് വേണ്ട. അവർക്ക് കൃഷ്ണനെ ജനിച്ചു, എനിക്ക് കൃഷ്ണന്റെ പാദത്തിൽ എത്തിയാൽ പിന്നെ വേറൊന്നും വേണ്ട. ആ ചിന്തയും കൊണ്ടങ്ങിരിക്കും. അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം വേണ്ട. അപ്പോൾ അവരെ അടുത്ത ജന്മത്തിലും ജനിക്കും, അവരുള്ള കർമ്മങ്ങളും ചെയ്യും. അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. നമ്മുടെ കർമ്മം ചെയ്തങ്ങ് കൊടുത്തേക്കുക. അത് തന്നെയാണ് വിഷ്ണുവിനെ ഈശ്വരനെ, വിഷ്ണു എന്നൊന്നും പറയേണ്ട, എല്ലാ ശ്രീഹരി എല്ലാ ബ്രഹ്മത്തിന് ഏറ്റവും ഇഷ്ടം നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ്. കർമ്മം ചെയ്തു കൊടുത്തേക്കുക, എന്നിട്ട് അവനവൻ്റെ പാട്ടിന് പോകും. ഇത് മതി. ഒന്നും വേണ്ട. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണ് വേറെടുത്തെല്ലാം പോയി തിരക്കുന്നത്? ഒന്നിൻ്റെ ആവശ്യമില്ല. അവരവരുടെ കർമ്മം ചെയ്തെന്ന് പോയിക്കൊള്ളുക. ഒന്നും പ്രതീക്ഷിക്കരുത്. കല്യാണം കഴിക്കാൻ ധർമ്മമാണ്, അവന് വിധിച്ചതാണെങ്കിൽ കല്യാണം കഴിക്കണം, കുട്ടി ഉണ്ടാകണം, അതെല്ലാം ഉണ്ടാവും. പക്ഷേ അതൊന്നും എനിക്ക് വേണ്ടിയല്ല. ഈ ഒരൊറ്റ വളരെ സിമ്പിളാണ്, പക്ഷെ പ്രയോഗിക്കാൻ കുറച്ച് കട്ടിയാണ്. 38 ഈ നാഗരാജാവ് തമോ ഗുണത്തിലുണ്ടായവനാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം പിന്തിരിപ്പിക്കുന്ന പിന്തിരിപ്പൻ ആശയങ്ങളാണ്.
കോപിഷ്ഠനായിരുന്നു, ഭയങ്കര ദേഷ്യമാണ്. അങ്ങയെ ചുറ്റി നടന്ന അങ്ങനെ കോപിഷ്ഠനായിട്ടും തമോ ഗുണത്തോടും കൂടി ചുറ്റി നടന്ന ഇവൻ ഈ ദേഹത്തിൽ എല്ലാ ഐശ്വര്യം പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുവോ അന്യരാൽ പ്രാപ്തമാക്കാൻ പ്രയാസമായ ആ പാതാണുരേണുവിനെ അങ്ങിപ്പോൾ പ്രാപിച്ചിരിക്കുകയാണ്. ഇവൻ എല്ലാ ഐശ്വര്യത്തോടും കൂടി കഴിഞ്ഞവനാണ്. പക്ഷെ ഇപ്പോഴവനെന്ത് പറ്റി? അവന് എല്ലാ അഹങ്കാരവുമായിട്ടും എല്ലാ തമോ ഗുണവുമായിട്ട് നടന്നവനാണ് ഇവൻ. പക്ഷെ ഇപ്പോഴെന്ത് പറ്റി? അങ്ങയുടെ പാദസ്പർശത്തോടു കൂടി അവൻ ആ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പം പഴയ സ്വഭാവമല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കക്ഷി ശുദ്ധനാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. 39 സർവൈശ്യപൂർണനും സർവത്തിൻ്റെ അന്തരാമിയും ബ്രഹ്മാദികളുടെ നിയന്ത്രാവും. പ്രത്യേകത എടുത്തു പറയുകയാണ്. ഇതല്ല ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവരെയെല്ലാം നിയന്താവാണ്. അപ്പൊ ഇവരെല്ലാം ഈ ശ്രീഹരിയുടെ കീഴിലാണുള്ളത്. അപ്പം വിഷ്ണു അടക്കം ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം എല്ലാ ദേവതകളും ഈ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. പഞ്ചഭൂതങ്ങളുടെ ആധാരം, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിൻ്റെ ആധാരവും ആദിയിലുള്ളവനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം ചെയ്യുകയാണ്. ആര്? ഈ ഭാര്യയും മക്കളും എല്ലാം വന്നിട്ട്. 40 ശാസ്ത്രജ്ഞാനാദികൾക്ക് കാരണഭൂതനും എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ടായനും സർവവ്യാപിയും സത്വാദി ഗുണങ്ങളെ അതിക്രമിച്ചവനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. അപ്പൊ ഇനി അദ്ദേഹത്തെ സ്തുതിക്കുന്നതാണ്. കാലശക്തിക്കാധാരം 41 കാലത്തിൻ്റെ ശക്തി കൃഷ്ണനാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ കാലം തന്നെയാണ്, കാലസ്വരൂപനാണ്. ആ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കാലമാണ്. ഓരോ കാലത്തിൽ കാലമാണ് മനുഷ്യരിലൂടെ ആക്ട് ചെയ്യുന്നത്, ജനങ്ങളിലൂടെ ആക്ട് ചെയ്യുന്നത്. കാലമായിട്ടാണ് വരുന്നത്. അപ്പം കൃഷ്ണനെ കാലമായിട്ട് കാണണം. എല്ലാറ്റിൻ്റെയും സാക്ഷിയുമാണ്. അതേസമയം അവിടെ ഇരുന്നു കൊണ്ട് എല്ലാത്തിനെയും സാക്ഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അറിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കയറി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതിനെല്ലാം അറിയാം. കാലസ്വരൂപനാണ്, കാലമാണ് നമ്മളെ നയിക്കുന്നത്. അപ്പം നമ്മളെ നയിക്കുന്നതും അതാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് പറയാനാണ്? വിശ്വരൂപനാണ്, വിശ്വത്തിൻ്റെ രൂപം. ഈ വിശ്വം തന്നെ അതാണ്, വിശ്വത്തിൻ്റെ കർത്താവാണ്. വിശ്വത്തെ ഉണ്ടാക്കിയതും അങ്ങേര് തന്നെയാണ്. വിശ്വത്തിൻ്റെ വിശ്വം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് തന്നെ അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ഇനി 42 പഞ്ചപ്രാണങ്ങൾ, ശബ്ദാദി തന്മാത്രകൾ, 10 ഇന്ദ്രിയങ്ങൾ. നമ്മളിലുള്ള കാര്യം പറയാണ്. നമ്മളുടെ പ്രാണനും ശബ്ദാദി മനയുള്ള കണ്ണും മൂക്കും കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്മാത്രകളും, 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, 10 പ്രാണങ്ങൾ അകത്ത് പോകുന്നുണ്ട്. പഞ്ചഭൂതത്തോണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇതെല്ലാം നമ്മളുണ്ട്. അന്ധകരണം എന്നിവയായി ഭവിച്ച ഇതെല്ലാമായിട്ട് മാറുന്നത് അതാരാണ്? ആ കൃഷ്ണൻ തന്നെയാണ്, ആ ശ്രീഹരിയാണ്. നമ്മൾ കൃഷ്ണനെല്ലാം പോയിട്ട് അങ്ങ് കഴിഞ്ഞിട്ടങ്ങ് ശ്രീഹരിയിലെത്തണം, കൃഷ്ണനിലേക്ക് പോകരുത്. നമുക്കെല്ലാം കൃഷ്ണനിലേക്ക് പോകാനാണ് ഇഷ്ടം, മറ്റുള്ളിടത്തൊന്നും പോകുന്നത് നമുക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഭാഗവതം തുറന്നാൽ ഒരൊറ്റ പോക്കാണ്. ആദ്യത്തെ ഒരു വരിയും പറഞ്ഞിട്ട് ദശമസ്കന്ധത്തിലേക്ക്, ബാക്കിയെല്ലാം കണ്ടു അടച്ചിട്ട് കഴിയും. കാരണം അവിടെയാണ് കൃഷ്ണൻ കിടക്കുന്നത്. നമുക്ക് ഈ കൃഷ്ണനെ പിടിച്ചിട്ടുള്ളൊരു പരിപാടിയേ ഉള്ളൂ, ബാക്കിയല്ല. ഈ കൃഷ്ണൻ ഇവിടെ കൃഷ്ണൻ്റെ നമ്മൾ പറയുന്നത്, ഈ ഭാഗവതം പറയുന്നത് എന്താണ്? കൃഷ്ണനിൽ നിന്ന് നീ എങ്ങോട്ടേക്ക് പോകണം? എപ്പോഴും കൃഷ്ണനിൽ നിന്ന് എടുത്തുകൊണ്ട് എവിടത്തേക്കാണ് എത്തിക്കുന്നത്? ശ്രീഹരിയിലേക്കാണ് എത്തിക്കുന്നത്. നമ്മുടെ പ്രഭാഷണം നടത്തുന്നവർ പിടിച്ച് കൃഷ്ണനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വ്യത്യാസങ്ങൾ ശരിക്കും നമ്മൾ ഓരിക്കുകയാണ് വേണ്ടത്.
കൃഷ്ണനെയെല്ലാം വിട്ട് രാധേ രാധേ അതെല്ലാം അങ്ങ് വിട്ടിട്ട് ശ്രീഹരിയിലേക്ക് എത്തണം. അതിനേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അത് ചെയ്യാതെ പിടിച്ച് പിടിച്ച് ഇങ്ങോട്ടേക്ക് പിന്നോട്ടേക്ക് തമോ ഗുണമാണ് വലിച്ചു വലിച്ച് കൃഷ്ണനിലേക്ക് എത്തിക്കുകയാണ്. ഇതെല്ലാമായി ഭാവിച്ച ഗുണത്രയമായി ദേഹാദികളെ സൃഷ്ടിച്ച ത്രിഗുണങ്ങളോടെ കൂടി നമ്മുടെ ദേഹമെല്ലാം സൃഷ്ടിച്ച് മറഞ്ഞിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ഇതിൽ തന്നെയാണ് അങ്ങുള്ളത്. അങ്ങേക്ക് നമസ്കാരം. ഇപ്പം എവിടത്തേക്കാണ് നമ്മൾ എത്തുന്നത് നോക്കൂ. രാധേ രാധയെല്ലാം വിട്ടിട്ട് നമ്മൾ അങ്ങ് എത്തിയാണ്. രാധേൻ്റെ പേര്, രാധ എന്നുള്ള പേര് പോലും ഇതുവരെ ഉപയോഗിച്ചില്ല. ഇവിടത്തേക്ക് എത്തിയാണ്. അങ്ങ് ശ്രീഹരിയിലേക്ക് എത്തുകയാണ്. എൻ്റെ 43 ഉണ്ട് ഇല്ല എന്ന അവസ്ഥ. ഉണ്ടോ? ഉണ്ട്. ഇല്ല ഇല്ല. ഈശ്വരനുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ഈ അവസ്ഥയിലാണ് ആരുള്ളത്? ആ ബ്രഹ്മമുള്ളത്. അതായത് യുക്തിവാദി പറയുന്നത് ഈശ്വരനില്ല. ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഭക്തൻ പറയുന്നു ഉണ്ട്. ഉണ്ട്. അത് ശരിയാണ്. എല്ലാം ശരിയാണ്. കാരണം ഇതെന്താ സാധനം ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെ ഉണ്ട് എന്ന് ഇല്ലാന്ന് പറയുക. പിന്നെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തോന്നുണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഉണ്ടേ ഇല്ല. ബന്ധനം മുക്തി. ബന്ധനത്തിലാകപ്പെടുക. ഈ ലോകത്തിൽ എല്ലാവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചോടെ എല്ലാം കളഞ്ഞു കെട്ടിയിട്ട് പോവുക. ഈ രണ്ടും അത് തന്നെയാണ്. അതായത് ബന്ധനും മുക്തിയും. ഏകനും അനേകനും. ഒറ്റയായിരിക്കുകയാണെങ്കിൽ അതുമാണ്, അനേകനാണെങ്കിൽ അതും. ഇങ്ങനെ വിവിധ വിവാദങ്ങളെ അനുസരിച്ചിരിക്കുന്നവരും. ഇങ്ങനെ വിവിധ വിവാദങ്ങളെ. യുക്തിവാദി പറയും ഈശ്വരനില്ല. ഇല്ലേ? ഇല്ല. ശരി. ഈശ്വരനുണ്ടെന്ന് ഭക്തൻ പറയും. ഉണ്ടോ? ഉണ്ട്. രണ്ട് പക്ഷമാണ് കൃഷി. കാരണം ഈ രണ്ട് പക്ഷത്ത് ഇരിക്കുന്ന കക്ഷി ആരാണ്? കൃഷ്ണനാണ്. കൃഷ്ണൻ തന്നെയാണ് യുക്തിവാദിയായി നിന്നിട്ട് ഈശ്വരനില്ല എന്ന് പറയുന്നത്. കൃഷ്ണൻ തന്നെയാണ് വിശ്വാസിയായി നിന്നിട്ട് ഈശ്വരനുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാവരും തന്നെയാണ്, അങ്ങേര് തന്നെയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ തല്ലുന്നത്? ഈ അർത്ഥത്തിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. രണ്ടും സത്യമാണ്. രണ്ടുപേരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിവാദങ്ങളെ അനുസരിച്ചിരിക്കുന്നവനുമായ കാലദേശത്തിനതീതനാണ്. പക്ഷെ അതേസമയം അതെന്താണ്? കാലത്തിനും ദേശത്തിനും എല്ലാം അതീതനാണ്. അല്ലല്ല, നമ്മൾ ഭാരത സംസ്കാരം, മറ്റേ പറഞ്ഞ അറബി സംസ്കാരം, മറ്റേ പറഞ്ഞ മറ്റേ ആംഗ്ലേയ സംസ്കാരം. എന്താണ്? ഒരാൾ പറയാം എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ നമ്മളെ പിന്നാലെയാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, മറ്റവരെല്ലാം തട്ടാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്നത്. ഇങ്ങനെ ഓരോ ആളും പറഞ്ഞിട്ട് ഉണ്ടാക്കിയാണ്. കാലദേശത്തിന് അതീതനാണ് ആ ഈശ്വരൻ. അതിന് കാലവുമില്ല, ദേശവുമില്ല, ഒരു പക്ഷവുമില്ല. അർത്ഥം, ശബ്ദം എന്നിവയുടെ ശക്തി സ്വരൂപനും, എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ശക്തി. വേണ്ട വിധം മനസ്സിലാക്കാൻ കഴിയാത്തവൻ, അവനെ ആർക്കും വേണ്ട വിധം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഋഷികൾ എന്ന് പറയും. ഇത് പറയുന്ന വേദവ്യാസനാണ്. അവനെ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ ആര് വിചാരിച്ചാലും ശ്രമിക്കണ്ട, നടക്കില്ല. അതിനുള്ള അവയവങ്ങൾ, തിരിച്ചറിയാനുള്ള അവയവങ്ങൾ നമുക്കില്ല. കാരണം രൂപവും ഭാവവും ഇല്ലാതെ കൊണ്ട്, ഗുണവും ഇല്ലാതെ കൊണ്ട് ഇല്ലാതെ ഒരു സംഗതിയെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇമ്പോസിബിൾ. അത് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടാണ് ഇട്ടെറിഞ്ഞിട്ട് ശാസ്ത്രജ്ഞന്മാരെല്ലാം ആ ഗവേഷണം, അതിൻ്റെ അപ്പുറമുള്ള ഗവേഷണവും മതിയാക്കി പോയത്. ക്വാണ്ടം മെക്കാനിക്സിന് അപ്പുറം മതിയാക്കിയിട്ട് പോയി. ഋഷികളും മതിയാക്കിയിട്ട് പോയി. ഋഷികൾ പറഞ്ഞ ഒന്നുണ്ട്, പക്ഷെ ആ ഏത് രൂപത്തിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ ഉണ്ട് എന്നും പറയാൻ പോയില്ല, ഇല്ല എന്നും പറയാൻ പോയില്ല. അതേ വ്യത്യാസമുള്ളൂ. കാരണം അവർക്ക് എന്തോ കണ്ണിനോ മൂക്കിനോ എന്തോ മണപ്പിച്ചോ നക്കിയോ നോക്കിയാൽ മനസ്സിലാണ്, എന്നാലേ സയൻസ് അംഗീകരിക്കുള്ളൂ. അതുകൊണ്ട് അവരും മിണ്ടാതെ സ്ഥലം വിട്ടു. പക്ഷെ വേദവ്യാസം പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സംഗതി ഉണ്ട്, അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. പക്ഷെ അതെങ്ങനെയാണെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിനാർക്കും ഉത്തരം പറയാൻ ഇമ്പോസിബിൾ, പറ്റില്ല.
ഉപാധി ബന്ധങ്ങൾ ചേരാത്തവനുമായി നിന്തിരുവടിക്ക് നമ്മൾ. അദ്ദേഹത്തിന് ഒരു ഉപാധിയും ഇല്ല, ആരോടും ഒരു ഉപാധിയില്ല. പാളി അടിച്ചു കൊണ്ടുപോയാലും ഒരു കുലുക്കുമില്ല. കാരണം ഇതെല്ലാം ചീള് ഭൂമിയിലടക്കം, ഭൂമിയിലുള്ള മനുഷ്യർ ചെയ്യുന്ന ഇത്രയും ചെറിയ, ഞാൻ പറഞ്ഞല്ലോ 49 മരുത്തുക്കളാണ് പ്രപഞ്ചം. ഓരോ മനത്തിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ്. അങ്ങനെയുള്ള ഓരോ മരുത്തിലും അങ്ങനെ 49 മരുത്തുണ്ട്. അതിൽ തന്നെ ഒരു സൂര്യൻ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ളതിൽ ഒരു സൂര്യനിലുള്ള ഭൂമിയിലുള്ള നമ്മൾ, ആ ശക്തിക്ക് എന്ത് ചിന്തിക്കാനാണ്? നീ അവിടെ കിടന്ന് എന്തടിച്ചു കൊണ്ടുപോയാലും അതിനിതിലൊന്നും താല്പര്യമില്ല. ആ ശക്തിയെ നമ്മൾ സാധാരണ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാണ് ചെയ്യുന്നത്. അയ്യോ അയ്യപ്പൻ്റെ മുമ്പിൽ, അയ്യോ അയ്യപ്പൻ്റെ അടിച്ചു കൊണ്ടുപോയി ഇത്രയും ശക്തിയുള്ള അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബിംബത്തിലുള്ള എന്തോ ഒരു ചെറിയ അങ്ങനെ ഒതുങ്ങി അതിൻ്റെ അകത്തങ്ങ് കൂടുകയാണ്. രാത്രി കൊടുത്തിറങ്ങും, രാവിലെ എണീക്കും. ഇതെല്ലാം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊന്നും അല്ല ഈശ്വരൻ എവിടെ കിടക്കുന്നു? നീ ഋഷികൾ തന്നെ പറയുന്നു, നിന്നെ സ്തുതിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഈശ്വരന് അത്രയും വലിയ ശക്തി വിചാരത്തിന് ഇവിടെ കിടക്കുന്ന ചീള് നമ്മൾ ഇവിടുന്ന് കട്ടില മോട്ടിക്കുന്നുണ്ടോ? ഇതെല്ലാം ചിന്തിക്കലാണോ പരിപാടി? അതൊന്നും ഈശ്വരന്റെ ശക്തിയായിട്ട് വരില്ല. ഈശ്വരനെ ശരിക്കും മനസ്സിലാക്കിയവർക്കൊന്നും ഇതെല്ലാം ലീലകളാണ്. ആരെല്ലാം എന്തല്ലോ ലീലകൾ. അങ്ങനെയാ പറഞ്ഞത്, ഇവിടെ എനിക്ക് പക്ഷവും ഇല്ല. കാരണം ഈശ്വരൻ അതല്ല. ഈശ്വരൻ അറിയാം ഞാൻ അവിടെ ഒന്നും ഇരിക്കുന്നു, ഞാനില്ലാത്ത സ്ഥലമില്ല, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ്. അല്ലാതെ ആ ബിംബമാണ് ഞാൻ എന്ന വിശ്വാസമൊന്നും ഈശ്വരനില്ല. എല്ലാം ഞാനാണെങ്കിൽ അതും ഞാനാണ്. ആ അർത്ഥത്തിലേ ഈശ്വരനുള്ളൂ. അതിനാ ചിന്തയും ഇല്ല. പിന്നെ അവിടെ കട്ടല പൊട്ടിക്കൊന്നും നോക്കലല്ല. നമ്മളെ ചിന്ത ഈശ്വരൻ ചെറിയ എന്തോ ഒരുത്തിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുകയാണ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഓ അയ്യപ്പൻ്റെ അടിച്ചു പോയല്ല, അപ്പൊ അയ്യപ്പന് ശക്തിയില്ല. അത് നമ്മുടെ അജ്ഞത. നമുക്കിപ്പോഴും ആ ഒരു ചെറിയ അവിടെയാണ് കിടക്കുന്ന ഈശ്വരൻ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയാണെന്നാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഈശ്വരൻ അവിടെ ഒന്നും ഒരുത്തി എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ്. അതിന് ഈ കാര്യത്തിലൊന്നും തലകിടുന്നില്ല. ഇവിടെ എങ്ങനെ പോകണമെന്നത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുമാതിരി പോകുന്നുണ്ട്. അത് പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അയ്യപ്പൻ്റെ ആടെ അടിച്ചു പോയതുകൊണ്ട് ഈശ്വരന് ശക്തിയില്ല എന്നൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരൻ്റെ ശക്തിയെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ആ രൂപത്തിൽ നിങ്ങൾ വളരണം. അല്ലാതെ താഴോട്ട് വന്നിട്ട് ഒരു ബിന്ദുവിൽ ഈശ്വരനെ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അജ്ഞതയുടെ പടുകുഴിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നിട്ട് വേദശാസ്ത്രങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം, എല്ലാ ജ്ഞാനവും വന്ന കേന്ദ്രമാണ് ആ ശക്തി. വിധിസ്വരൂപനും നിഷേധസ്വരൂപനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. വിധിസ്വരൂപനും, വിധിയുടെ സ്വരൂപനാണ്. വിധി നിഷേധവും, ആ വിധിയെ നിഷേധിക്കുന്നവനുമാണ് ഈശ്വരൻ. അങ്ങനെയാണ് വിധിയെയും സ്വരൂപമാണ്. ആ വിധിക്ക് എതിരായിട്ട് വല്ലതുണ്ടെങ്കിൽ അതിൻ്റെയും സ്വരൂപനാണ്. കള്ളു കുടിക്കാത്തവന്റെ സ്വരൂപനുമാണ്, കള്ളു കുടിക്കുന്നവന്റെ സ്വരൂപനാണ്. മോഷ്ടിക്കാത്തവന്റെ സ്വരൂപനാണ്, മോഷ്ടിച്ചവന്റെ സ്വരൂപനുമാണ്. എല്ലാം അത് തന്നെയാണ്. അപ്പോ 45 അഹങ്കാര തത്വത്തിന്റെ സംഘർഷനും വിശുദ്ധ സത്വാദി ഗുണങ്ങളുടെ വാസുദേവനും ബുദ്ധിയിൽ ഉപാസിതനായ പ്രദ്യുമ്നനും മനസ്സിന്റെ ഉപജ്ഞാതാവായ അനിരുദ്ധനും പിന്നെയോ പീഡനത്തിന് ഇരയാകുന്നവരെ രക്ഷിക്കുന്ന ശ്രീകൃഷ്ണനും ആയ അങ്ങേക്ക് നമസ്കാരം. ഇനി 46 ഗുണകാര്യങ്ങൾ പ്രകാശിപ്പിച്ച് അഹങ്കാരത്താൽ സ്വരൂപം മറച്ചു വെച്ചുകൊണ്ട്, ഗുണകാര്യങ്ങൾ പ്രകാശിപ്പിച്ച് അഹങ്കാരത്താൽ സ്വരൂപം മറച്ചു വെച്ചുകൊണ്ട്. അപ്പം നമ്മളായിട്ട് മാറുമ്പോൾ നമ്മൾ പ്രമോദിൻ്റെ ഈ ഗുണഗണങ്ങളെല്ലാം ഉണ്ടാക്കും, എന്നിട്ട് അഹങ്കാരം ഉണ്ടാക്കും.
അഹങ്കാരത്താൽ സ്വരൂപം മറച്ചു വെക്കും. പിന്നെ എനിക്ക് ആ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല, ഞാനാണ് പ്രമോദാണ് കണ്ട ഇരിക്കുന്നത് എന്ന അഹങ്കാരം, ഞാനാണ് ഇവിടെ ഇരുന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയുകയാണ് എന്നുള്ള അഹങ്കാരം, ഇതെല്ലാം ചെയ്യുന്നത് ആ ശക്തി തന്നെയാണ്. പക്ഷെ ഉള്ളിൽ മറഞ്ഞു നിൽക്കുകയാണ് ഇത് ശ്രീഹരിയായിട്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ശ്രീഹരിയായി ഇത് പറയുന്നതെന്നല്ല, ഞാൻ ചിന്തിക്കുന്ന പ്രമോദാണ്, ഇത് ഈ ഇരിക്കുന്ന കക്ഷിയാണ് ഇതെല്ലാം പറയുന്നതെന്നാണ്. പക്ഷെ ഇതെല്ലാം പറയിപ്പിക്കുന്ന ആരാണ്? ഉള്ളിൽ നിന്ന് ആ ശക്തി തന്നെയാണ്. ഈ പറയിപ്പിക്കേണ്ട അത് തന്നെയാണ് ഞാൻ. മറഞ്ഞിരുന്നു കൊണ്ട്, ഉള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഈ രൂപത്തിൽ പറയുകയാണ്, പ്രമോദം എന്ന രൂപത്തിൽ പറയുകയാണ് ആ ശക്തി. കാണുന്നവർക്ക് പ്രമോദാണ്, പക്ഷെ ഉള്ളിൽ കിടക്കുന്ന കക്ഷി ശ്രീഹരിയാണ്. എന്ന നിലയിൽ എന്നിട്ടോ മറച്ചു വെച്ചുകൊണ്ട് അഹങ്കാരാദി പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അഹങ്കാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ എന്ന നിലയിൽ, ഞാനെന്ന അഹങ്കാരത്തിൽ പ്രവർത്തിക്കുന്ന എന്ന നിലയിൽ ഊഹിക്കപ്പെടണം. നമ്മളെ ബുദ്ധിയിലൂടെ ഊഹിക്കണം, ഊഹിച്ചിട്ടത് മനസ്സിലാക്കണം. ഈ പറയുന്നത് പ്രമോദല്ല, പ്രമോദിൻ്റെ ഉള്ളിലുള്ള ആ ശക്തി തന്നെയാണ് ഇത് പറയിപ്പിക്കുന്നത് എന്ന് ഊഹ്യത്തിലൂടെ മനസ്സിലാക്കുക. അതേസമയം അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെല്ലാം സാക്ഷിയായിട്ട് അവിടെ ഇരിക്കുന്നു. എന്താണ് ഈ പ്രമോദ് കാട്ടിക്കൂട്ടുന്നതെന്ന് അവിടെ ഇരുന്ന് നോക്കുന്നു. വർത്തിക്കുന്നവനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. അപ്പം അത് തന്നെയാണ് ഇവിടെ വന്നിട്ട് വേറൊരു രൂപത്തിൽ ഒരു പേരിൽ നിന്നുകൊണ്ട് പറയുന്നത്. ഉള്ളിൽ കിടന്നിട്ട് മായയിൽ കൊണ്ട് പറയുകയും എന്നിട്ട് ദൂരെ നിന്നുകൊണ്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം ശരിക്കും തന്നെയാണോ പറയുന്നത്? അത് തന്നെ. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. അത് തന്നെയാണ് അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഈശ്വരനാണ്. അപ്പൊ ഈശ്വരൻ ഒന്നിലൊന്നും ഒതുക്കാൻ പറ്റുന്നതല്ല, അങ്ങനെയുള്ള ഒരു സംഭവമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ പാളിയെല്ലാം അടിച്ചു കൊണ്ടുപോകാൻ പറ്റിയത്. കാരണം അത് ഇവിടെയൊന്നും ഒതുങ്ങിയല്ല, അത് എവിടെയോ നിൽക്കുന്ന അതിനീലൊന്നും ഒരു താല്പര്യമില്ല. പക്ഷെ എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച വഴിയെ ലോകം പോകും. ആ തീരുമാനിച്ച വഴിയിലൂടെയാണ് ഇപ്പൊ എന്ത് പറ്റുന്നത്? കോടതി കയറിയിട്ട് പിടിച്ചിട്ട് അന്വേഷിക്കുന്നത്. അത് അതിനകത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ചെയ്തവൻ ഇന്ന ചെയ്തവനെല്ലാം ഇത്തരത്തിൽ പോവും. അത് നടക്കുന്നുണ്ട്. അത് പക്ഷെ അത് അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇപ്പം ചെയ്യുന്നില്ല. അത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തവരെല്ലാം ഇങ്ങനെ പോകണം. അതാണ് മനുഷ്യർ ചെയ്തു കൂട്ടുന്നത്. പോലീസുകാർ അന്വേഷിക്കുന്നു, മാധ്യമങ്ങൾ കത്തിച്ചു വിടുന്നു, കോടതിൻ്റെ നിലയിൽ ബഹുമാനപ്പെട്ട കോടതി ഒരു കമ്മിറ്റിയെല്ലാം ഉണ്ടാക്കി എല്ലാ അന്വേഷണം തകൃതിയായിട്ട് നടത്തുന്നു. ഇതെല്ലാം ആ ശക്തി തീരുമാനിച്ചതാണ്. എല്ലാം ഇതിൽ ഇൻവോൾവ് ആകുന്ന വ്യക്തികളും എല്ലാം അതാണ്. അവർക്കെല്ലാം ഓരോ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ധർമ്മം അനുസരിച്ച് അതങ്ങ് നടന്നോളും. അല്ലാതെ കൃഷ്ണനായിട്ട് കയറിയിട്ടല്ലേ, അയ്യപ്പനായിട്ട് കയറി വന്നിട്ട് അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടണം. തകിടുക്ക് വലിക്കുമ്പോൾ കൈക്ക് കയറി പിടിക്കുക, എന്നിട്ട് കൈക്ക് കുഷ്ഠം ഉണ്ടാക്കുക. ഇതെല്ലാം കഥകളിൽ വെറുതെ പറഞ്ഞു നോക്കിയല്ലാതെ എവിടെയും കഥ അങ്ങനെ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അതിൽ ആശയമെടുക്കാനേ പാടുള്ളൂ. അല്ലാതെ ആ നിലയിലൊന്നും നമ്മൾ ചിന്തിച്ചു പോകരുത്. മോഷ്ടിക്കുന്ന തടയാനെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും പൊതുജനങ്ങളും മാധ്യമങ്ങളും എല്ലാം ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മോഷണം തടയും. കാരണം ഈ വ്യക്തികളെല്ലാം തന്നെ ആ ശക്തി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അത്രയും സങ്കീർണമായൊരു വിഷയമാണ് ഞാൻ ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ, അപ്പം ചിലവർക്കൊരു ധാരണയുണ്ട്, അപ്പോൾ അയ്യപ്പന് ഈ മോഷണമെല്ലാം നടത്തിക്കൊണ്ടു പോവുക. അങ്ങനെയൊന്നും അല്ല. അധർമ്മം വരുമ്പോൾ അതിനെല്ലാം തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ അധർമ്മികളെ ഇല്ലാതാക്കും തന്നെ കൃഷ്ണനട പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പോലീസ് പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് അതെല്ലാം പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അതെല്ലാം ആ ശക്തി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്.
ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും എല്ലാം കൂടി ചെയ്യുക. ഓരോ കാര്യത്തിലും അടങ്ങ് വരുമല്ല. അതല്ലേ പറയുന്നത് അവതാരമായിട്ട് ഞാൻ വരും. ആ വരുമ്പോൾ ആരെല്ലാം എന്തെല്ലാം കഴിച്ചെടുക്കുന്നോ അതെല്ലാം ശരിയാക്കി വിടും. അപ്പം അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം പ്രകാരം അത് പോയിക്കോളും. അല്ലാതെ ഇടയ്ക്ക് കഴിഞ്ഞാൽ കയറി തലയിടുന്ന പരിപാടിയൊന്നും ആ ശക്തിക്കില്ല. ഒരു സിസ്റ്റം ഉണ്ട്. അതെങ്ങനെയാണ്? മോഷ്ടിച്ചവനാണോ? മോഷ്ടിച്ചവനെ നാളെ പിടിക്കപ്പെടണോ? അതിനെല്ലാം ഒരു വഴി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ എത്തുമ്പോൾ അതെല്ലാം സംഭവിച്ചുകൊള്ളും. അതെല്ലാം ആ ശക്തി തന്നെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഓരോന്ന് ചെയ്യുമ്പോൾ അതിന് കയറി ഇടപെടാൻ അതൊന്നും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് ശക്തിയില്ല എന്നൊന്നും വെക്കണ്ട. ആ ശക്തി തന്നെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അല്ലാണ്ട് ഈശ്വര നിഷേധമല്ല. ഈശ്വരൻ എന്ന ശക്തിയെ വളരെ വലിയൊരു ലെവലിലേക്ക് കാണാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊന്നും ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം വെറും നിസ്സാര കാര്യങ്ങൾ. നമ്മളെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ എത്ര ചെറിയൊരു അംശമാണ്. അതിൻ്റെ കാര്യത്തിൽ നോക്കി ഓരോന്ന് ഇവൻ ചെയ്യുന്ന നോക്കി അടക്കലാണോ പരിപാടി? അതൊന്നുമല്ല. അപ്പം ആ ശക്തി എന്ന് പറയുന്നതിന് നമ്മളൊന്നുമല്ല. നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നതൊന്നും അതിന് എന്തോ അവിടെ കിടന്നിട്ട് അമ്മമാർ കാട്ടിക്കൂട്ടും. നമ്മളിപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും എല്ലാം കാട്ടിക്കൂട്ടുമ്പോൾ നമ്മളതിൽ ഗൗരവത്തിലെടുക്കുമോ? പിള്ളേരെന്തല്ലോ കാട്ടിക്കൂട്ടും. കാരണം അത് ആ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്. അതിലൊന്നും നമ്മൾ തയ്യാറില്ല. അതിലും എത്രയോ വലിയ അവസ്ഥയിലാണ് ആ ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പം ആ നിലയിൽ ഈശ്വരനെ മനസ്സിലാക്കൂ. അതാണ് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതിനറിയാതെ ഒരു കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് കയറി പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുമോ? അത് തന്നെയാണ് നമ്മിലുള്ളത്. അവസാനം അതിലേക്ക് തന്നെ നമ്മൾ വെക്കണം. കുറച്ച് പ്രയാസം തന്നെയാണ്. അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. 47 ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തകൻ. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അങ്ങാണ്. കാണുന്നതും കേൾക്കുന്നതും ബുദ്ധിയെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഇന്ന് ചെയ്യുന്ന ചിന്തിക്കുന്നതും എല്ലാം അങ്ങാണ്. മൂലപ്രകൃതിയിൽ വിഹരിക്കുന്നവൻ അഖില ബ്രഹ്മാണ്ടത്തിൻ്റെയും ഉത്ഭവത്തിന് കാരണമായി ഈ പ്രപഞ്ചം. അഖില ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഈ 49 മരുത്തുക്കളുടെ ആ പ്രപഞ്ചം, അതിൻ്റെ ഉത്ഭവത്തിനും അവയുടെ പ്രകാശത്തിനും കാരണമായവൻ മനനശീലൻ, മൗന സ്വഭാവമുള്ളവൻ. അവൻ മൗനിയാണ്. കാണുന്നതിൻ്റെ പിന്നാലെ ഒന്ന് കയറി ഓടിപ്പിടിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയുള്ള നിൻ തിരുവടിക്ക് നമസ്കാരം. ഇനി 48 എല്ലാവരുടെയും കർമാനുരൂപമായ ഫലത്തെ അറിയുന്നവനും. ആരെന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെ ഫലം എന്താണെന്നല്ല അവനറിയാം. കാരണം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മളെ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിക്കുന്നത്. ആ കർമ്മം അവൻ ഇന്ന സമയം ചെയ്തിരിക്കും. അതെല്ലാം അവൻ അവിടെ മുൻകൂട്ടി അറിയാം. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ട് ഇന്ന സമയം ഇന്നെല്ലാം ചെയ്യണം. അതിനനുസരിച്ച് ഫലവും നൽകും. അതേസമയം വികാരരഹിതനാണ്. അതേസമയം അതിന് വികാരമൊന്നുമില്ല. അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പോലെ അങ്ങ് നടന്നുള്ളൂ. സാക്ഷിയാണ്, പക്ഷെ അതേസമയം കാരണഭൂതനാണ്. ഇതിൻ്റെ എല്ലാം കാരണം അതിനാണ്. അങ്ങനെയുള്ള നിൻ തിരുവടിക്ക് നമസ്കാരം. നിൻ തിരുവടി 49 ചേഷ്ടാരഹിതനെങ്കിലും ഒരു ചേഷ്ടിയില്ല, ഒരു പ്രവൃത്തിയായി ചെയ്യുന്നില്ലെങ്കിലും കാലശക്തിയാൽ കാലവുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, ഗ്രഹങ്ങളുടെ ചലനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാര ലീലകളോടുകൂടി എന്ത് ചെയ്യുന്നു? കാലചക്രമാണ് സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതും. കാലം ഒരു വ്യക്തിയെ സൃഷ്ടിക്കും, അവൻ്റെ ജോലി ചെയ്യിപ്പിക്കും, ജോലി കഴിഞ്ഞാൽ നശിപ്പിക്കും. ഇങ്ങനെ പ്രപഞ്ചത്തെ എല്ലാം വീക്ഷണമാത്രയിൽ തന്നെ, അതൊന്ന് വീക്ഷിച്ചാൽ തന്നെ മതി, പ്രാണികളിലെ വാസനകളെ ഉണർത്തും. ഇന്ന പ്രവൃത്തി നീ ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ പ്രേരിപ്പിക്കും.
സത്വാദി ഗുണങ്ങളോടുകൂടി. ഏതുകൊണ്ട്? അവൻ കർമ്മം ചെയ്യുന്ന പിന്നെ എന്താണ്? സത്വരജോ തമോ ഗുണങ്ങളോടുകൂടിയാണ് അവൻ കർമ്മം ചെയ്യുക. എന്തെല്ലാം കർമ്മം ചെയ്യും? അവൻ സൃഷ്ടിയെയും സംഹാരം ചെയ്യും, സംരക്ഷിക്കും. അങ്ങനെ ഓരോന്നിനെയും നോക്കിക്കൊണ്ട് അവരിലൂടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടു പോവുകയാണ് ആ ശക്തിവിശേഷം. 3 ലോകത്തിൽ 3 ലോകത്തിലും സൃഷ്ടിസ്ഥിതി സംഹാര ഗുണത്താൽ 3 ലോകങ്ങളിലും അത് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ എല്ലാം ദേഹങ്ങളിലെ ലീലകൾ നമ്മളെല്ലാം എന്തെല്ലാം കൂട്ടുന്നുണ്ടോ അതെല്ലാം നിൻ തിരുവടിയാൽ തന്നെ. എങ്കിലും ഇപ്പോൾ നല്ലവനാക്കി മാറ്റുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇച്ഛയാൽ എന്ത് ചെയ്തു? ഇപ്പോൾ ഇതുവരെ ചെയ്തത് ആര്? സർപ്പം. ഇതുവരെ ചെയ്തത് മോശമാണ്. ഇപ്പോൾ എന്തുണ്ടായി? ഇവനെ നല്ല നിലയിലേക്ക് മാറ്റണം എന്ന ഇച്ഛയാൽ പ്രവർത്തിച്ച് അവനെ സംരക്ഷിക്കുന്നവനായി മാറിയതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം എന്താണ്? സൽഗുണൻ മാത്രമാണ്. ഇപ്പോൾ അവൻ എന്തായി മാറി? ഇതുവരെ അവൻ ദുഷ്ടനായിരുന്നു. പക്ഷെ അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് അങ്ങ് ഇച്ഛിച്ചത് കൊണ്ട് അങ്ങ് ചിന്തിച്ചു ഈ നിമിഷം മുതൽ ഇനി ഇവൻ നന്നായിക്കോട്ടെ എന്ന്. അതുകൊണ്ടാണ് ഇവനെ സ്പർശിച്ചിട്ട് ചവിട്ടിയിട്ട് ഇവൻ്റെ അഹങ്കാരമെല്ലാം തീർത്തിട്ട് ഇവൻ എന്താക്കിയിട്ടത്? അങ്ങയുടെ ഇഷ്ടം കൊണ്ട് എന്താക്കി തീർത്തു? ഇവൻ സൽഗുണ സമ്പന്നനാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. പ്രജകളുടെ 51 പ്രജകളുടെ കുറ്റം ഒരിക്കൽ പൊറുക്കപ്പെടേണ്ടതാണ്. പ്രജകളുടെ കുറ്റമെല്ലാം ഒരിക്കൽ പൊറുക്കപ്പെടേണ്ടതാണ്. അതിനാൽ നിൻ തിരുവടിയെ അറിഞ്ഞുകൂടാത്ത ഈ മൂഢനെ അതായത് പ്രജകളുടെ കുറ്റം ഒരിക്കൽ പൊറുക്കപ്പെടുക തന്നെ വേണം. എപ്പോൾ? അവരുടെ ആ സമയം കഴിയുമ്പോൾ കാലശക്തിയാലാണ് എല്ലാവരും ഓരോ കാലത്ത് ഓരോ കർമ്മങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പം ചിലത് തെറ്റായി വരികയാണെങ്കിലും ആ കാലം മാറുമ്പോൾ നല്ല സമയം വരുമ്പോൾ അവരുടെ കുറ്റം പൊറുക്കപ്പെടേണ്ടതാണ്. അതിനാൽ നിന്തിരുവടിയെ അറിഞ്ഞുകൂടാത്ത അങ്ങേ അറിഞ്ഞുകൂടാ. ആ സമയത്ത് എന്തില്ല? അങ്ങേ അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊരു ശക്തിയുണ്ട്, എല്ലാം ഞാനാണെന്ന അഹങ്കാരത്തിലാണ് ചെയ്തത്. ഇങ്ങനെയൊരു ശക്തിയുണ്ട് എന്ന ചിന്ത അതിനില്ല. അറിഞ്ഞുകൂടാത്ത ഈ മൂഢൻ. അപ്പോഴവൻ മൂഢനായിരുന്നു. ഇപ്പോഴെന്താണ്? അങ്ങയുടെ തെറ്റ് പൊറുക്കാൻ അർഹിക്കുന്നു. അങ്ങയുടെ തെറ്റ് പൊറുക്കേണ്ട സമയമായി. കാരണം അവൻ്റെ പാപമെല്ലാം തീർന്നു. എന്നിട്ട് എന്ത് പറയുകയാണ്? ആര്? സർപ്പത്തിൻ്റെ ഭാര്യമാരാണ് കൃഷ്ണനോട് ശ്രീഹരിയോട് പറയുന്നത്. ഇത് 52 പറയാണ്, സർപ്പം ജീവനെ കൈവടിയത് അവൻ്റെ ജീവനിപ്പം പോകും. അതുകൊണ്ട് അനുഗ്രഹിക്കണം. ഇപ്പം തന്നെ പോകുന്നതിനെക്കാട്ടി മുമ്പിൽ അനുഗ്രഹിക്കണം. സജ്ജനങ്ങളുടെ അനുകമ്പക്ക് പാത്രമായ ശ്രീജനങ്ങൾ, നല്ല ജനങ്ങളുടെ അനുകമ്പയുള്ളവരാണ്, അനുകമ്പക്ക് അർഹരായവരാണ് ശ്രീജനങ്ങൾ. നല്ല ജനങ്ങളെല്ലാം ശ്രീജനങ്ങളെ ബഹുമാനിക്കും. നമ്മൾ ശ്രീജനങ്ങളാണ്. ആര്? ഈ സർപ്പത്തിൻ്റെ ഭാര്യമാർ പറയുകയാണ്, ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ ജീവൻ നൽകിയാലും. അതുകൊണ്ട് എന്ത് വേണം? നമ്മളോട് അനുകമ്പയുണ്ടായിട്ട് ജീവൻ നൽകണം. 53 നിൻ തിരുവടിയുടെ കൽപ്പന കേട്ടു നടക്കുന്ന ദാസിമാരായ ഞങ്ങൾക്ക് ഇനി എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ. ഇനി നമ്മൾ നിൻ തിരുവടി പറയുന്ന മാതിരിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാലും. നിൻ തിരുവടിയുടെ ആജ്ഞകളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ എല്ലാ ഭാഗത്തുമുള്ള സംസാര ഭയത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റുകയുള്ളൂ. അങ്ങേ ആശ്രയിക്കുന്നവർക്കാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള സംസാര ദുഃഖമെല്ലാം ഇല്ലാതാവുക. നമ്മൾ അങ്ങനെയാണ് ആരാധിച്ച് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംസാര ദുഃഖം തീർത്തു തരാൻ വേണ്ടി പറയുകയാണ്. 54 ശ്രീ ശുഗൻ ഈ വിധം നവവധുക്കളാണ് സ്തുതിച്ചപ്പോൾ പാദപ്രഹരത്താൽ തകർന്ന
പാദത്തിൽ സ്പർശിച്ചിട്ട് തകർന്നിട്ട് മൂർച്ഛിച്ചു പോയ കാളിയനെ വിട്ടയച്ചു. ആര്? കൃഷ്ണൻ വിട്ടയച്ചു. സാവധാനം ഇന്ദ്രിയനും 55 സാവധാനം ഇന്ദ്രിയങ്ങളും പ്രാണനും തിരിച്ചു കിട്ടിയ കാളിയൻ. അപ്പോൾ കാളിയന് ഇന്ദ്രിയങ്ങൾ എല്ലാം മൂർച്ഛിച്ച് കിടക്കുകയല്ലേ. പ്രാണൻ ശരിക്കും ഓടാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രിയങ്ങളും ആക്റ്റീവായി. ശ്വാസം വിട്ട് ആദ്യം ഒന്ന് ശരിക്കും ശ്വാസത്തിലെടുത്ത് വിട്ടതിൻ്റെ ശേഷം ദുഃഖിച്ചുകൊണ്ടും കൈകൂപ്പിക്കൊണ്ടും ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഞങ്ങൾ പിറവിയോടെ തമോ ഗുണം അധികരിച്ചവരാണ്. അപ്പം സർപ്പം പറയാണ്, നമ്മൾ ജനിച്ചപ്പം മുതൽ തമോ ഗുണത്താലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ തമോ ഗുണത്താൽ അധികരിച്ചവരാണ്, കോപം ഉഴുത്തവരുമാണ്, അന്യരെ ഉപദ്രവിപ്പിക്കുന്നവരുമാണ്. നമ്മൾ ജനിക്കുമ്പം തന്നെ ഈ കുഴപ്പമെല്ലാത്തോടു കൂടിയാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത്. സഹജമായത് വിട്ടുകളയാൻ വിഷമമാണ്. ഇത് നമുക്ക് സഹജമായ സ്വഭാവമാണ്. പാമ്പാണെങ്കിൽ ഈ സ്വഭാവമെല്ലാം ഉണ്ടാവും. അത് ആരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ ശ്രീഹരിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഗുണങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് കോപം വരും, നമുക്ക് അന്യനെ ഉപദ്രവിക്കലാണ് നമ്മളുടെ പരിപാടി. ഇത് നമ്മുടെ സഹജമായ സ്വഭാവമാണ്, അല്ലാതെ എൻ്റെ പ്രത്യേക ഒരു സ്വഭാവമൊന്നും അല്ല. ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും സഹജമായ ഞാൻ. ലോകത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ സഹജമായ സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സഹജമായ സ്വഭാവമുള്ളവനാണ് ഞാൻ. എൻ്റേതെന്നും മറ്റുമുള്ള ദുരഭിമാനം സംഭവിച്ചു. അതുകൊണ്ട് എന്തുണ്ടാകുന്നത്? മായയാലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ദുരഭിമാനമുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് പറയാണ്, 57 നിൻ തിരുവടികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകം, നിൻ തിരുവടിയാണ് ഇങ്ങനെ ലോകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. സത്വാദി ഗുണങ്ങളാൽ വിവിധ രീതിയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങ് തന്നെയാണ് ഇങ്ങനെ പല രൂപത്തിൽ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. പലതരത്തിലുള്ള സ്വഭാവം, ദേഹശക്തി, ഇന്ദ്രിയശക്തി, മാതൃത്വം, പിതൃത്വം, വാസന, ആകൃതി എന്നിവയോട് ചേർന്നതാണ്. അങ്ങ് തന്നെ ഇങ്ങനെ പലതരം ഗുണങ്ങൾ കൊടുത്തിട്ട് സഹജമായ സ്വഭാവത്തോട് ഉണ്ടാക്കി വിട്ടതാണ്. എല്ലാം സ്വയമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യരിൽ നല്ല ആളെയുണ്ട്, കള്ളന്മാരെയും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ജനിതകമായിട്ട് കള്ള സ്വഭാവമുള്ള ജനിതവുമുണ്ട്, നല്ല എല്ലാം ദ്വയമാണല്ലോ. അപ്പം അങ്ങ് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടത്തേക്കാണ് എത്തുന്നതെന്നറിയോ? ആ ശക്തി വിശേഷം നമുക്കാണ് ഇതെല്ലാം ഒരു വലിയ പ്രശ്നം. ആ ശക്തി വിശേഷം ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആകെ തലക്കൊരു വട്ടടിക്കുന്ന മതിയുള്ള സംഗതിയാണ്. കാരണം നമ്മൾ മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം ആ ശക്തിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ആ ശക്തിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് തലക്ക് അത് പിടിക്കും, സംശയമൊന്നുമില്ല. ആർക്കും എന്നിട്ട് എന്നിവയോട് ചേർന്നതാണ്. എന്നിട്ട് 58 പറയുകയാണ്, അതിൽ സർപ്പജാതിയായ ഞങ്ങള് ജന്മനാധികം കോപത്തുമുള്ളവരാണ്. നമ്മൾ ജന്മനാ കോപത്തോടു കൂടി തന്നെയാണ് അങ്ങ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആർക്കും എളുപ്പം വിട്ടുകളയാവുന്നതല്ല ഭഗവാന്റെ മായയെ. അങ്ങ് ഈ മായയാൽ ഇങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് സർപ്പങ്ങൾക്ക് തന്നു വെച്ചിരിക്കുന്നത്. അത് സ്വയം നമുക്കങ്ങ് ആ മായ വിട്ടുകളയാൻ പറ്റില്ല. അപ്പം ആർക്കും എളുപ്പം വിട്ടുകളയാവതല്ല ഭഗവാന്റെ ഈ മായയെ. അത് ഞങ്ങൾ തന്നെത്താൻ കളയുന്നത് എങ്ങനെ? അത് ഞങ്ങൾ എങ്ങനെയാ തന്നെത്താൻ കളയുക? അങ്ങ് വിചാരിക്കാതെ ഞങ്ങളെ ഈ സ്വഭാവം കളയാൻ പറ്റില്ല.
നന്നാണെന്ന് നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല. അങ്ങ് വിചാരിക്കാതെ ഞങ്ങൾക്ക് തന്നെത്താൻ ഈ ദൂഷ്യങ്ങൾ കളയാൻ പറ്റില്ല. എൻ്റെ 59 പറയാണ്, അതിൽ നിൻ തിരുവടി തന്നെയാണ് ഹേതു ഭൂതൻ. അതിന് കാരണവും നിൻ തിരുവടി തന്നെയാണ്. ഉള്ള കാര്യം വെട്ടിത്തുറന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെയല്ല ഈ രൂപത്തിൽ ജനിത കടലിൽ തന്നിട്ട് പാമ്പായിട്ട് സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ആ സ്വഭാവം വെട്ടുകളയണമെങ്കിൽ നിൻ തിരുവടിയുടെ അനുഗ്രഹം ഉണ്ടാകണം. പറയുന്ന വേദവ്യാസനാണ്, ചെറിയ കാര്യമല്ല ഇത്. അപ്പൊ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ എവിടത്തേക്കാണ് നമ്മൾ മനസ്സ് ആ ശക്തിയോട്, അപ്പോഴാണ് നമ്മൾ ആ ശക്തിയെ കൂടുതൽ ആ ശക്തിയോട് അടുക്കുകയും, പക്ഷെ അതേസമയം നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഈശ്വരൻ. നമ്മൾ ശരി തെറ്റ് എന്നെല്ലാം ചിന്തിച്ചത് ഇതൊന്നും മനുഷ്യന്റെ കുഴപ്പമല്ല. അതാണ് വേദങ്ങൾ പറയുന്നത്, പാപവുമില്ല പുണ്യവുമില്ല. കാരണം ഇതൊന്നും നമ്മളല്ല, ആ ശക്തി തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മറ്റേ ഉദാഹരണമൊന്നും പറയാൻ പോകുന്നില്ല. കാരണം നമുക്കത് നമ്മൾ അന്തം വിട്ടു. അടിച്ചുകൊണ്ടുപോയതൊന്നും അതിലേക്ക് അടക്കാൻ പറ്റുന്നില്ല. കാരണം ഇതെല്ലാം അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനായുള്ള ചില വാസനകളുണ്ട്, ജനിതകമായിട്ട് ചില ക്വാളിറ്റീസ് ഉണ്ട്. ഇത് ജന്മിക്കുമേ കിട്ടിയതാണ്. ഇപ്പൊ നമ്മൾ എവിടത്തേക്ക് എത്തുന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ശക്തിവിശേഷത്തിന്റെ ഇതെല്ലാം ആ ശക്തിവിശേഷമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വരുമ്പോൾ എവിടത്തേക്കാണ് നമ്മൾ എത്തുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, പാമ്പ് അതിൽ നിന്തിരുവടി തന്നെയാണ് ഹേതുഭൂതൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക? അനുഗ്രഹമോ നിഗ്രഹമോ അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് കാണിച്ചു തന്നാൽ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അനുഗ്രഹം ആക്കാനാണ് തോന്നുന്നുണ്ടെങ്കിൽ അനുഗ്രഹിച്ചോ, നിഗ്രഹിക്കാനാണ് വേണ്ടിക്ക് അങ്ങ് ചേർത്തോ, എല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആരിത് സർപ്പമല്ല പറയുന്നത്, വേദവ്യാസൻ പ്രകൃതി രഹസ്യം പറയുകയാണ്. ഇനി 60 സുഗൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് സർപ്പത്തോട് പറഞ്ഞു, ഇവിടെ നീ താമസിച്ചുകൂടാ. നീ ഈ സ്ഥലത്ത് ഈ നദിയിൽ താമസിച്ചുകൂടാ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സർപ്പത്തിലോട്ട് ഒരു വലിയ ആശയം വിട്ട് തന്നിട്ട് ഇവിടെ വിഷയത്തിലേക്ക് വരികയാണ്. നീ ഇവിടെ താമസിച്ചുകൂടാ. സ്വന്തം ബന്ധുക്കളെയും ഭാര്യയെയും മക്കളെയും കൂട്ടി സമുദ്രത്തിൽ പോവുക. വൈകിപ്പിക്കരുത്. നദീജലം പശുക്കൾക്കും മനുഷ്യർക്കും ഉള്ളതാണ്. അതായത് നമുക്കുള്ളതാണ് ഈ നദികളും സമുദ്രങ്ങളും തോടുകളും. അത് ശുദ്ധമാക്കി വെക്കണം. അതാണ് ഇവിടുത്തെ ആശയം. ബാക്കിയുള്ളതെല്ലാം നമ്മളെ കുറെ ഒരു വല്ലാത്ത ലെവലിലേക്ക് അങ്ങ് കൊണ്ടുപോയി. അതേ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറ്റം ചെയ്യാൻ നമ്മളെ കുറ്റമൊന്നല്ല, ആ ശക്തി പറഞ്ഞിട്ടുമുണ്ട്. കുറ്റം ചെയ്യുന്നവന്നെ ഞാൻ വന്ന് ശരിയാക്കി ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് കാലാകാലങ്ങളിൽ. അത് ആ ശക്തി തന്നെ വരുന്നൊന്നും ചിന്തിക്കണ്ട, കാലാകാലങ്ങളിൽ അത് ശരിയാക്കും. അപ്പം കാലം മുന്നോട്ടേക്ക് ധർമ്മത്തിനനുസരിച്ച് തന്നെ അത് കൊണ്ടുപോയി ചെയ്യുക, അത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് അനീതിയും ചെയ്തിട്ട് അത് ഈശ്വരനാണ് ചെയ്യുന്നതെന്ന് അങ്ങ് വാദിച്ചങ്ങോട്ട് ചെല്ലണ്ട. ആ അനീതിക്കാരെ ശരിയാക്കാനും വകുപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽപ്പെടുന്നത് തന്നെയാണ് കോടതികളും ഇതുമെല്ലാം. കോടതികൾ ആ വഴിക്ക്, സിസ്റ്റം എല്ലാം ആ വഴിക്ക്, അല്ലെങ്കിൽ ഒരു കാലത്ത് ഇതെല്ലാം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അത് 100% ആണ്. അധർമ്മം നശിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അപ്പോൾ നദീജലം, നീ സമുദ്രത്തിലേക്ക് പോവുക. സമുദ്രം ഒരു പരിധി വരെ എന്തുണ്ട്, എല്ലാ മാലിന്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നവതാണ്. ഒരു പരിധി വരെ, അതിനും ലിമിറ്റുണ്ട്. പക്ഷേ മനുഷ്യർക്ക് ഇന്ന് ഒരു പരിധി വരെ സമുദ്രത്തെ തള്ളുന്നത്, കാരണം
സമുദ്രത്തിൽ കലക്കിയ പോലെ എന്ന് ഒരു വാക്കുണ്ടല്ലോ. പക്ഷേ നദീതടങ്ങൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം നദികളെല്ലാം പവിത്രമാക്കി വെക്കണം. ആ കാലഘട്ടത്തിലാണ് ഈ നദികളെ സംരക്ഷിക്കേണ്ട ചിന്താഗതി മനുഷ്യരിൽ ഉണ്ടായതും എന്ന തരത്തിൽ അതിനെ കാണണം. ഇനി 61 യാതൊരാൾ ഈ കഥയെ 2 സന്ധ്യകളിലും കീർത്തിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നവനോ അവർക്ക് സർപ്പഭയം ഉണ്ടാകില്ല. ആ പോട്ട് 52 യാതൊരുവൻ ഉപവാസം ചെയ്ത് ഈ നദിയിൽ കുളിച്ചിട്ട് വെള്ളം കൊണ്ട് ദേവകൾക്ക് തർപ്പണം ചെയ്യുന്നു അവരുടെ പാപമെല്ലാം വരാം. ആ നദിയിൽ പോയി കുളിച്ചാൽ പാപമെല്ലാം തീരും. ഇനി 63 യാതൊരു തപസ് ഭയത്താൽ, യാതൊരുവൻ്റെത് ഭയത്താൽ രമണകം എന്ന ദ്വീപ് വിട്ട് ഈ കയത്തിൽ വന്നു ചേർന്നു പോവും. ആര്? ഈ കാളിയൻ എന്ന സർപ്പം ഏതോ ഒരാളുടെ, അതായത് ആരാണെന്ന് പറയുന്നുണ്ട്? ഗരുഡനാണ്. ഗരുഡനെ പേടിച്ചിട്ടാണ് രമണകം എന്ന ആ സ്ഥലത്ത് ദ്വീപ് വിട്ടിട്ട് ഈ കയത്തിൽ വന്ന് താമസിച്ചത്. എൻ്റെ കാലടയാളമുള്ള നിന്നെ കൊന്നു, ആ ഗരുഡൻ എൻ്റെ കാലടയാളമുള്ള നിന്നെ കൊന്നു തിന്നുകയില്ല. നീ ഏതോ ഒരു ഭയത്താലാണ് ഗരുഡനെ പേടിച്ചിട്ട് ഇവിടെ വന്ന് താമസിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി നിന്നെ നീ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് വിട്ടു പോകണം. എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടയാളം നിൻ്റെ പുറത്തുണ്ട്. അതുകൊണ്ട് നിന്നെ ഒരിക്കലും ഇനി ഗരുഡൻ ഉപദ്രവിക്കരുത്. ഇതെല്ലാം കഥയിൽ പറഞ്ഞു വെക്കുന്നേ. ഇനി 64 ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കാളിയൻ നാഗഭക്തിമാരോടൊപ്പം എല്ലാം സന്തോഷിച്ചിട്ട് ഭഗവാനെ പൂജിച്ചു. ഇനി 65, 66 ദിവ്യവസ്ത്രം, മാല, കുറിക്കൂട്, അവൻ മാലയെല്ലാം ചാർത്തിയിട്ട് ഗരുഡവാഹകനായ ആ ലോകനായകൻ ആ ലോകനാഥനെ പൂജിച്ച് സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച്, അപ്പോൾ ഈ ഗരുഡനും നാഗഭക്തിമാരും എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഈ ഇത്രയും വേഷഭൂഷാദി, കൃഷ്ണൻ്റെ ഒരു വിവരണം കൊടുക്കുകയാണ്. ദിവ്യവസ്ത്രങ്ങൾ, മാല ഇതെല്ലാം ഇട്ടിരിക്കുന്ന ആ കൃഷ്ണനെ, അല്ലെങ്കിൽ കൃഷ്ണനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് പത്നികളും ബന്ധുക്കളും മക്കളും എല്ലാം ഒത്തുകൊണ്ട് യാത്രാനുവാദവും വാങ്ങിയിട്ട് എവിടത്തേക്ക് പോയി? മഹാസമുദ്രത്തിലേക്ക് പോയി. ഇനി 67 ലീലകൾക്കായിട്ട് മനുഷ്യന്റെ രൂപമെടുത്ത ശ്രീകൃഷ്ണൻ അനന്തരം ആ കാളിയന്റെ പോക്കോടുകൂടി തന്നെ ആ നദി എന്തായി? വിഷമുക്തമായി. അമൃതസമാനമായ ജലം അവിടെ ഉണ്ടായി. അപ്പോൾ ആ നദി ശുദ്ധമായി, ആ ജലം ശുദ്ധമായി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആ നദി ആയിത്തീർന്നു.